So hello everyone, welcome back to Heft School of Geoscience. So കഴിഞ്ഞ ലെക്ചർ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് പ്ലാനറ്റിന്റെ ഫോർമേഷനെ പറ്റിയായിരുന്നു അല്ലേ? പ്ലാനറ്റിന്റെ ഫോർമേഷനെ പറ്റി ഡിസ്കസ് ചെയ്തു. പിന്നെ അതിനെ പറ്റി ഉണ്ടായ തിയറീസ്, ഹൈപ്പോത്തീസിസ്, ഓക്കെ, എന്തൊക്കെ ഹൈപ്പോത്തീസിസ് വഴിയാണ് പ്ലാനറ്റ്സ് ക്രിയേറ്റ് ആയത്, എങ്ങനെയാണ് സോളാർ സിസ്റ്റം ക്രിയേറ്റ് ആയത്, എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടല്ലേ. യൂണിവേഴ്സ് ക്രിയേറ്റ് ആയതിനും അതിന്റെ ഭാഗമായിട്ട് ഗാലക്സീസ് ക്രിയേറ്റ് ആയതും പിന്നെ നമ്മുടെ സോളാർ സിസ്റ്റം ക്രിയേറ്റ് ആയതും എവറിത്തിങ് ആസ് എ റീസൺ ബിഹൈൻഡ്. ഓക്കെ, സോ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? സണ്ണിനെ പറ്റി ഡിസ്കസ് ചെയ്തു. സണ്ണിന്റെ ഓരോ എന്ത് ചെയ്തു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കി. ദെൻ സണ്ണിന്റെ ഓരോ ലെയേഴ്സ്, സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി അല്ലേ. പിന്നെ എന്ത് പറഞ്ഞു? സണ്ണിനകത്ത് സൺ സ്പോട്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്താണ് ഇന്റൻസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇതുപോലുള്ള സൺ സ്പോട്സുകളെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ സൺ സ്പോട്സ് ആസ് എ സൈക്കിൾ അല്ലേ. എന്താണ് ഒരു 11 ഇയേഴ്സിന്റെ സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ വി മൂവ് ഓൺ ടു സോളാർ ഫ്ലെയേഴ്സ് വിച്ച് ഇസ് എന്താണ് റീസ്റ്റോറേഷൻ ഓഫ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിനുണ്ടായ എന്താണ് ആ ഒരു ഇന്റൻസിഫിക്കേഷൻ റീസ്റ്റോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് എന്ത് ചെയ്യുന്നു? വെളിയിലേക്ക് ലിബറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ആ എനർജി എന്ത് ചെയ്യുന്നു? നമ്മുടെ അയോണോസ്ഫിയറിലുള്ള അയോൺസുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? രണ്ട് ഫിനോമിനാസ് ഉണ്ടാകുന്നു, അറോറ ബോറിയോളിസ് ആൻഡ് അറോറ ഓസ്ട്രിയോളിസ്. ഓക്കെ, ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഈ ഫ്ലയേഴ്സ് വന്ന് നമ്മുടെ മാഗ്നറ്റിക് അയണോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അയണോസ്ഫിയേഴ്സിലുള്ള അയോൺസിനെ എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അയോൺസിലെ ഇലക്ട്രോൺസിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ ആ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തിയ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? തിരിച്ചതിന്റെ ഓർബിറ്റിലേക്ക്, അതായത് എനർജി ലൂസ് ചെയ്തുകൊണ്ട് തിരിച്ചതിന്റെ ഓർബിറ്റിലേക്ക് വരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് എമിറ്റ് ദ എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ആൻഡ് ആ ലൈറ്റ് ആണ് ഏത്? അറോറ ബോറിയോളിസ് ആൻഡ് അറോറ ഓസ്ട്രിയോളിസ്. പിന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതർ കോമ്പോണൻസ് ഓഫ് എന്താണ് സോളാർ സിസ്റ്റത്തിന്റെ ബാക്കി അംഗങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ അംഗം ആരാണ്? സൂര്യനാണ് ആദ്യത്തെ അംഗം സോളാർ സിസ്റ്റത്തിലെ. പിന്നെന്താണ് അടുത്ത അംഗം വരുന്നത്? പ്ലാനറ്റ്സ്. So, what is a planet? Planet is a celestial body that revolves in an orbit around the sun. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു celestial body ആണ് planet. And what is a dwarf planet? Dwarf planet is also a celestial body which revolves around the sun. അതും എന്താണ്? സൂര്യനെ തന്നെയാണ് ചുറ്റുന്നത്. ഇനി സൂര്യന് ചുറ്റുന്ന വേറെ ഒരു ബോഡി ഏതാണ്? Comets. Okay. Then പിന്നെന്താണ്? ഓക്കെ, പിന്നെ പ്ലാനറ്റ്സ് ആൻഡ് എന്താണ്? പ്ലാനറ്റ്സും ഉണ്ട്, ഡോഫ് പ്ലാനറ്റ്സും ഉണ്ട് അല്ലെ. കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്ന പ്ലാനറ്റ്സും ഉണ്ട്. പിന്നെ സാധാ നമ്മുടെ എന്താണ് നമ്മുടെ ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ പറഞ്ഞ എന്താണ് ക്രൈറ്റീരിയ അനുസരിച്ച് ഇതിനെ എന്തായിട്ട് തിരിക്കുന്നുണ്ട്? പ്ലാനറ്റ്സ് ആൻഡ് ഡോഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? സെലസ്റ്റൽ ബോഡീസിനെ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. ഏത് സെലസ്റ്റൽ ബോഡീസിനെ? സൂര്യനെ വലം വയ്ക്കുന്ന സെലസ്റ്റൽ ബോഡീസിനെ. സോ പ്ലാനറ്റ്സിന്റെ സവിശേഷത എന്താണ്? ഫസ്റ്റ് സവിശേഷത സൂര്യനെ വലം വയ്ക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണ്? ഹാസ് റൗണ്ട് ഷേപ്പ് ബിക്കോസ് ഇറ്റ് ഹാസ് എ സഫിഷ്യന്റ് മാസ് ഓഫ് ഇറ്റ്സ് സെൽഫ് ഗ്രാവിറ്റി ടു ഓവർകം റിജിഡ് ബോഡി ഫോഴ്സസ് ആൻഡ് ഹാവ് ആൻ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. എന്താണ് അത്? അതിനെന്തുണ്ടാവണം? ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവണം അല്ലേ. റൗണ്ട് ഷേപ്പ് ഇൻ ദ സെൻസ് എന്താണ്? ആക്ച്വലി നമ്മുടെ സെൽഫ് ഗ്രാവിറ്റി എന്ന് ഇവിടെ പറയുന്നത്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ ഉടയ്ക്കാൻ ശ്രമിക്കുന്ന, കൊളാപ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫോഴ്സ് ആണ്. ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ആർക്ക് പറ്റണം? ഇതിന്റെ അകത്തുള്ള റിജിഡ് ബോഡി ഫോഴ്സുകൾക്ക് പറ്റണം. ഓക്കെ, സോ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? റിജിഡ് ബോഡി ഫോഴ്സസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. വേറൊരു ഫോഴ്സ് എന്താണ് ഇതിനെ ബാലൻസ് ചെയ്യുന്ന? ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റൊട്ടേറ്റിംഗ് പ്ലാനറ്റ് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഒരു ഒരു സ്വിങ്ങിൽ കയറി അല്ലെങ്കിൽ ഒരു ഒരു പാർക്കിനകത്ത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആ ആ ഒരു എന്താണ് ആ ഒരു ഊഞ്ഞാലിൽ കയറിയിരിക്കുകയാണ്. അപ്പം എന്താണ്, നമ്മളെ വെളിയിലോട്ട് തെറിച്ചു പോകുന്നത് പോലെ തോന്നാറുണ്ടല്ലേ. സോ അത് തോന്നുന്നതിന്റെ കാരണം എന്താണ്? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ ആ ഫോഴ്സ് എന്താണ് ചെയ്യുന്നത്? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എപ്പോഴും എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്ത് സംഭവിക്കണം? ദാറ്റ് ഷുഡ് ബാലൻസ്, ദാറ്റ് റിജിഡ് ബോഡി ഷുഡ് ബാലൻസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി. സോ അങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഏതാണ്? ദാറ്റ് ഇസ് സ്ഫിയർ. where we can see this hydrostatic equilibrium. Hydrostatic equilibrium in the sense എന്താണ്? എല്ലായിടത്തും ഒരേപോലെ പ്രഷർ ആക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു ഒരു സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലായിടത്തും ഒരേപോലെ ആക്ട് ചെയ്യാൻ പറ്റുമോ? ഈ ഡയഗണലി ആക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കുമോ ഈ ഫേസിൽ ആക്ട് ചെയ്യുന്നത്? അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് ദ ബെസ്റ്റ് ഷേപ്പ് ഫോർ ഗെറ്റിംഗ് എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇസ് എ സ്ഫിയർ. ഓക്കെ, so that's why the planet should have enough enough എന്താ rigid body forces to oppose the self gravity. സെൽഫ് ഗ്രാവിറ്റി എന്ന് പറയാൻ കാരണം എന്താ? അതിന്റെ മാസ് കൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന ഗ്രാവിറ്റി. ആ ഗ്രാവിറ്റിയാണ് ഈ ബോഡി ഫോഴ്സ്, അല്ലാതെ വേറൊരു സബ്സിസ്റ്റൻസ് അതിനുണ്ടാക്കുന്ന മാസ് ഗ്രാവിറ്റി അല്ല. അതിന്റെ അതായത് പ്ലാനറ്റിന്റെ മാസ് കൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന ഗ്രാവിറ്റിയെ അതിനകത്തുള്ള ബോഡി ഫോഴ്സസിന് ബാലൻസ് ചെയ്യാൻ പറ്റണം. So that kind of a celestial body which surrounds the sun is called a planet. And അടുത്ത് most important ആയിട്ടുള്ള വേറൊരു പോയിന്റ് ഇതാണ്, has cleared the neighborhood around its orbit. അതായത് ഇതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ടായിരിക്കണം. അതായത് സൂര്യനെ ഇപ്പൊ ഇത് ഒരു പ്ലാനറ്റ് വലം വയ്ക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാനറ്റിന്റെ ഓർബിറ്റിനകത്തേക്ക് വേറൊരു സബ്സ്റ്റൻസ് വരാൻ പാടില്ല. അവിടെ ആക്ട് ചെയ്യുന്ന ആര് തന്നെയാണ്? ഗ്രാവിറ്റി തന്നെയാണ്. വേറൊരു പ്ലാനറ്റ് വന്ന് അതിന്റെ ഓർബിറ്റിനെ എന്ത് ചെയ്യാൻ പാടില്ല? ശല്യപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഓർബിറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ പ്ലാനറ്റ് വേറൊരു പ്ലാനറ്റിന്റെ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് എ പ്ലാനറ്റ്. സോ ഇനി ഡ്വാർഫ് പ്ലാനറ്റിന്റെ ഒരേ ഒരു പ്രശ്നം എന്താണ് ഇതിനകത്ത്? ഹാസ് നോട്ട് ക്ലിയർഡ് ദ നെയ്ബർഹുഡ് അറൗണ്ട് ഇറ്റ്സ് ഓർബിറ്റ്. ബാക്കി എല്ലാം ഉണ്ട്. ഡ്വാർഫ് പ്ലാനറ്റിന് എന്താണ്? ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കൊടുക്കാൻ പറ്റുന്നുണ്ട്, സൂര്യനെ തന്നെയാണ് അതും സറൗണ്ട് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ക്ലിയർഡ് ദ നെയ്ബർഹുഡ് അറൗണ്ട് ഇറ്റ്സ് ഓർബിറ്റ്. സോ ഇതൊക്കെയാണ് എന്ത്? ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഹൗ മേക്ക് പ്ലൂട്ടോ. ഈ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോയിഡ് ബെൽറ്റിനകത്ത് വരുന്ന, ആസ്ട്രോയിഡ് ബെൽറ്റ് എന്താണെന്ന് നമുക്കിനി വരും ലെക്ചറുകളിൽ എന്ത് ചെയ്യാം, വരും സ്ലൈഡ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡ്വാർഫ് പ്ലാനറ്റ്. പിന്നെ ഇന്നത്തെ ലെക്ചർ കുറച്ച് എന്തായിരിക്കും, കുറച്ച് ടൈം എടുത്തായിരിക്കും പോകുന്നത്. ബട്ട് ഫോർ മേക്കിംഗ് ഇറ്റ് ഈസി, നിങ്ങൾക്ക് ഇത്രയും സമയം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഓരോ പ്ലാനറ്റ്സും എല്ലാ പ്ലാനറ്റ്സും നമുക്ക് ഈ ലെക്ചറിൽ തന്നെ ഡിസ്കസ് ചെയ്യണം. സോ ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്യാം, സോ ദാറ്റ് യു ക്യാൻ ഈസിലി നാവിഗേറ്റ് ത്രൂ ദ ലെക്ചർ ആൻഡ് ഗെറ്റ് suitable information as you wish. ഓക്കെ, സോ അടുത്തെന്താണ്? കോമറ്റ്സ് എന്താണ്? നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയും അല്ലേ, മലയാളത്തിലെ വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയും. So comets are snowball composed of frozen gas, rocks and dust which orbits around the sun. സൂര്യന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന എന്താണ്? സ്നോബോൾ കമ്പോസ്ഡ് ഓഫ് ഫ്രോസൺ ഗ്യാസ് ആണ് ആക്ച്വലി. ഓക്കെ, ഫ്രോസൺ ആണ്. ഫ്രോസൺ ഗ്യാസ് ഇൻ ദ സെൻസ് നിങ്ങൾ എന്താണ്, വെള്ളമാണെന്ന് വിചാരിക്കരുത്. ദർ ആർ ഡിഫറെന്റ് സബ്സ്റ്റൻസ്, ഡിഫറെന്റ് എന്താണ് കോമ്പൗണ്ട്സ് വിച്ച് ക്യാൻ ഫോം ഫ്രോസൺ തിങ്സ്. സോ അങ്ങനെ ഒരു ഫ്രോസൺ അതിന്റെ എന്താണ്, ഇതാണ് എന്ത്, കോമറ്റ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? സൂര്യനെ വലം വയ്ക്കുന്നു. ഇതിൽ നമുക്കറിയാന്നുള്ള ഒരു ഫേമസ് കോമറ്റ് ഉണ്ടല്ലേ, ഹാലീസ് കോമറ്റ്.
സ്പെല്ലിംഗ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കോളുക. ബട്ട് ഐ ഡു തിങ്ക് ഹാലീസ് കോമറ്റ്, പിന്നെ എന്തോ ഡൂംസ്ഡേ കോമറ്റ്, അങ്ങനെയൊക്കെ ഓരോന്നും പറയാറുണ്ട്. അപ്പോൾ ഹാലീസ് കോമറ്റ് എന്താണ് 70 ഇയേഴ്സിൽ ഒരിക്കൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ഐ തിങ്ക് സോ 70 ഇയേഴ്സ്. ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തോളുക. ഓക്കെ, സോ മോസ്റ്റ്ലി ഇറ്റ്സ് 70 ഇയേഴ്സ് ഐ തിങ്ക്. പിന്നെ when the head of the comet passes near the sun, the head of the comet starts glowing due to the heating frozen gases. ഓക്കെ, സൂര്യൻ്റെ അടുത്തേക്ക് പോകുന്ന നേരം എന്ത് സംഭവിക്കുന്നു? ഫ്രോസൺ ഗ്യാസിന്റെ ഹീറ്റിംഗ് കാരണം എന്ത് ചെയ്യുന്നു? അതിന്റെ ഹെഡ് സ്റ്റാർട്ട്സ് ടു ഗ്ലോ, കത്താൻ തുടങ്ങുന്നു. ആൻഡ് ഇതാണ് എന്ത് കോമറ്റ്സിന്റെ എന്താ ഒരു ഒരു സ്ട്രക്ചറിനെ എന്താണ് ലേബൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത കോമ്പോണന്റ് എന്താണ്? അടുത്താണ് മീറ്റിയോറോയിഡ്സ്. മീറ്റിയോറോയിഡ്സ്, മീറ്റിയോറൈറ്റ്സ് ഇതെല്ലാം എന്താണ്? ഒന്ന് തന്നെയാണ്. ബട്ട് എന്താണ് ഇതിന് ഓരോന്നിനും ഓരോ ടേമിനും ഓരോ പർപ്പസ് ഉണ്ട്. അതായത് മീറ്റിയോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ സ്പേസിൽ കാണപ്പെടുന്ന എന്താണ് പ്ലാനറ്റെസിമൽസ് എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഔട്ടർ പ്ലാനറ്റ്സിൽ കാണാൻ പറ്റുന്ന ബ്രോക്കൺ പ്ലാനറ്റ് പീസസ് ആണ്. ഓക്കെ, സോ ഇതുകൊണ്ട് നമുക്ക് വളരെ വലിയൊരു ഒരു മീൻസ് യൂസ് ഉണ്ട്. വി ആർ യൂസിങ് ഇറ്റ് ജിയോ കെമിസ്ട്രിയിൽ ഒരു വലിയ യൂസ് ഉണ്ട് ഇതിനെപ്പറ്റി. ഇതുകൊണ്ട് മീറ്റിയോറൈറ്റ്സ് കൊണ്ട് മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, എന്നാലും ബേസിക് ആയിട്ട് ഒരു ഐഡിയ പറയാം. ബട്ട് ഫസ്റ്റ് മീറ്റിയോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്കൺ പ്ലാനറ്റ് പീസസ് ആണ്. സോ ഇനി ബ്രോക്കൺ പ്ലാനറ്റ് പീസസ് എന്ത് ചെയ്യുന്നു? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ വി വിൽ കോൾ ഇറ്റ് ആസ് മീറ്റിയോറോയിഡ്സ്. മീറ്റിയോറോയിഡ്സ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കടന്നിട്ട് എന്ത് ചെയ്യണം? അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ നശിക്കുകയാണ്. അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ കാരണം ഈ ഭൂമിയിലേക്ക് വരുന്ന മീറ്റിയോറോയിഡ്സ്, ഉൽക്ക എന്ന് മലയാളത്തിൽ പറയൂലേ, ഉൽക്കകൾ നശിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും? മീറ്റിയോറോയിഡ്സ് എന്ന് പറയും. ഈ ഓയിഡ്സ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പൂർണ്ണമായിട്ടും നിർമ്മിതമാകാത്ത ഒന്നിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓയിഡ്സ് എന്ന് പറയുന്ന വാക്ക് ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഫെൽസ്പത്തോയിഡ്സ് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണ്? പൂർണ്ണമായിട്ടും ഒരു വസ്തുവിനെ റിസംബിൾ ചെയ്യാത്ത ഒന്ന്. അതായത് പൂർണ്ണമായിട്ടും അതിന് ഭൂമിയിൽ എത്താൻ പറ്റില്ല. ദാറ്റ്സ് വൈ വി വിൽ കോൾ ഇറ്റ് ആസ് മീറ്റിയോറോയിഡ്സ്. പിന്നെന്താണ്? മീറ്റിയോറൈറ്റ്സ്. മീറ്റിയോറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ പതിച്ചത്. ഭൂമിയിൽ വന്ന് പതിക്കുന്ന ഉൽക്കകളെ നമ്മൾ എന്തെന്ന് പറയും? മീറ്റിയോറോയിഡ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെ ദിസ് ഇസ് ജസ്റ്റ് എ മീറ്റിയോറൈറ്റ് സാമ്പിൾ ഓഫ് ആൻ അയൺ മീറ്റിയോറൈറ്റ്. സോ മീറ്റിയോറൈറ്റ്സിന് എന്ത് ചെയ്യുന്നു? മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അയൺ മീറ്റിയോറൈറ്റ്, സ്റ്റോണി അയൺ മീറ്റിയോറൈറ്റ്, പിന്നെ സ്റ്റോണി മീറ്റിയോറൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കോൺട്രിയൂൾസ്, അതിൽ പ്രസന്റ് ആയിട്ടുള്ള കോൺട്രിയൂൾസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ കോൺട്രിയൂൾസ് എന്തുകൊണ്ട് പ്രസന്റ് ആകുന്നു, അത് പ്രസന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം. സോ ഇതുപോലെ ഈ അയൺ മീറ്റിയോറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്ച്വലി? ഇതെന്തായിരിക്കും ഈ സാധനം? സോ ഒരു പ്ലാനറ്റിന്റെ എന്തായിരിക്കും? കോർ ആയിരിക്കും. ഓക്കെ, കോറിൽ നിന്നും ഒരു ഡിഫറൻഷിയേറ്റഡ് പ്ലാനറ്റ് ആണെന്ന് കരുതുക. അതായത് ഡിഫറൻഷിയേറ്റഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡെൻസർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? അതിന് ഇവോൾവ് ചെയ്യാൻ സമയം കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിൽ അക്യുമുലേറ്റ് ചെയ്ത നെബുലയിൽ നിന്നും അക്യുമുലേറ്റ് ചെയ്ത ഡെൻസർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയ അയണിനെ എല്ലാം കൂടെ അത് എന്ത് ചെയ്യുന്നു? ആദ്യം എന്ത് ചെയ്യുന്നു? അതിന്റെ കോറിലേക്ക് കൊണ്ടുവന്നു. അത് കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായ എന്ത് ചെയ്യുന്നു? കോർ. പിന്നെ അത് അങ്ങനെ ഇവോൾവ് ചെയ്ത് പിന്നെ മറ്റ് ലെയേഴ്സ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഓക്കെ, ലെസ് ഡെൻസർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ വെളിയിൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ഓരോ ലെയേഴ്സ് ഫോം ചെയ്യുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ആക്ഷൻ കൊണ്ട് എന്തോ ഒരു മീറ്റിയോറൈറ്റ് ഹിറ്റ് അല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റ് വന്ന് അതിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ ആ പ്ലാനറ്റ് എങ്ങനെയോ ഒരു രീതിയിൽ അത് അൺസ്റ്റേബിൾ ആയിക്കൊണ്ട് അതെന്ത് ചെയ്തു? പൊട്ടി. പല സൈസിൽ എന്ത് ചെയ്തു? ഇതിങ്ങനെ പൊട്ടി. ആ പ്ലാനറ്റ് പൊട്ടിയിട്ട് എന്ത് ചെയ്തു? പൊട്ടിത്തെറിച്ച് 4 വാക്കിനും തെറിച്ചു പോയി. അങ്ങനെ തെറിച്ചതിന്റെ ഭാഗങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടും? ഒന്ന് ഇങ്ങനെ കിട്ടും, ഒന്ന് ഈ പീസാണ്. ഓക്കെ, ദിസ് പീസ്. ഈ പീസ് എന്താണ്? ഇതിൽ നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട്? ഈ അയൺ കോർ കിട്ടുന്നുണ്ട്, മറ്റ് ലെയേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പ്ലാനറ്റിലുള്ള എവല്യൂഷനെ കോറിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ ഇപ്പം ഈ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാക്ട്ലി സെന്ററിൽ നിന്നും പൊട്ടി വന്ന ഒരു പീസാണ്. സോ ഏകദേശം ഇതൊരു പ്ലാനറ്റ് ആണെന്ന് സങ്കല്പിക്കുകയാണ് ആണെങ്കിൽ പ്ലാനറ്റിന്റെ കോറിൽ നിന്നും പൊട്ടിയ ഒരു പീസാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം?
നിഗമനത്തിലെത്താം അല്ലേ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ സ്റ്റഡീസ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, ഇതിന്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാം, ഇതിലെങ്ങനെയാണ് സീസ്മിക് റേസ് മൂവ് ചെയ്യുന്നത്, ഇതിലെങ്ങനെയാണ് മറ്റ് എന്താണ് സീസ്മിക് റേസ് ഒക്കെ, മറ്റ് കെമിക്കൽ കോമ്പോസിഷൻ എന്താണ് ഇതിൻ്റെ, ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഭൂമിയുടെ ഭൂമിയുടെ ലെയേഴ്സിനെ എന്ത് ചെയ്യാം, സ്റ്റഡി ചെയ്യാം. ആൻഡ് എർത്തിൻ്റെ ഫോർമേഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാനും കഴിയും. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 എന്താണ് ഒരു സാമ്പിളിൻ്റെ പേരാണ് ചൂർ. ജസ്റ്റ് നിങ്ങളിത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. എന്താണ് ഈ മീറ്റിയോറൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് കോൺട്രൈറ്റിക് നോർമലൈസേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, സോ ഇതിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ജിയോ കെമിസ്ട്രി കോഴ്സിൽ പോകും. ബട്ട് തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക, മീറ്റിയോറൈറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്ലാനറ്റ്സിനെ പറ്റി നോക്കാം. ഓക്കെ, സോ സൂര്യനിൽ നിന്നും ആദ്യത്തെ പ്ലാനറ്റ് ഏതാണ്? മെർക്കുറി ആണല്ലേ, മെർക്കുറി. സോ മെർക്കുറിയുടെ സവിശേഷതയെ പറ്റി അരവിന്ദ് സാറ് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ നമുക്കൊന്നുകൂടെ നോക്കാം. സോ എന്താണ് സ്മോളസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം, സെക്കൻഡ് മോസ്റ്റ് ഡെൻസ് പ്ലാനറ്റ് ആണ്. എന്താണ് സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണല്ലേ, സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണ്, സെക്കൻഡ് മോസ്റ്റ് ഡെൻസ് പ്ലാനറ്റ് ആണ്. അതായത് എന്താണ് ഏറ്റവും ഫസ്റ്റ് മോസ്റ്റ് ഡെൻസ് പ്ലാനറ്റ് ഏതാണ്? നമ്മുടെ എർത്ത് തന്നെയാണ്. സെക്കൻഡ് ഡെൻസ് പ്ലാനറ്റ് ആണ് മെർക്കുറി. ഓക്കെ, ഇതിന്റെ ഡെൻസിറ്റി എത്രയാണ് എന്ന് നമുക്ക് അടുത്ത വരും ഇതിൽ സ്ലൈഡുകളിൽ നോക്കാം. ഓക്കെ, ദർ ഈസ് എ കമ്പാരിസൺ, എല്ലാ പ്ലാനറ്റിനെയും കമ്പാരിസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കാം. സ്റ്റിൽ വെരി തിൻ അറ്റ്മോസ്ഫിയർ കമ്പോസ്ഡ് ഓഫ് ഓക്സിജൻ. എന്തൊക്കെയുണ്ട്? ഓക്സിജൻ ഉണ്ട്, സോഡിയം ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഫസ്റ്റ് നെബുലയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ലെവലിൽ ചിന്തിച്ചു വേണം, നെബുല ഹൈപ്പോത്തസിസ് എന്ന ലെവലിൽ വേണം ഓരോ കോമ്പോസിഷൻ ചിന്തിക്കാൻ നേരത്തും ചിന്തിക്കാൻ. ഓക്കെ, എന്താണ് ഓക്സിജൻ, സോഡിയം, ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ ആദ്യത്തെ എന്തിലാണ് ഉണ്ടായിരുന്നത്? ആദ്യം നമ്മുടെ നെബുലയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു സെർട്ടൈൻ ലെവലിൽ. പിന്നെ അതെന്ത് ചെയ്യുന്നു, അതിനെ അടുക്കാൻ ശ്രമിക്കുന്നതാണ് എന്ത്, ഒരു പ്ലാനറ്റിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. Then what happened? The presence of icy deposits in perpetually shadowed polar craters. എന്ന് വെച്ചാൽ എന്താണ് എക്സാക്ട്ലി, എന്താണ് പെർപെക്ച്വലി ഷാഡോഡ്, അതായത് ഇതിനൊരു സർട്ടൈൻ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എത്രയാണ് ഇൻക്ലിനേഷൻ എന്ന് നോക്കാം. ബട്ട് ഇതിന്റെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെർപെക്ച്വലി ഷാഡോഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ടാവും, പോൾസ് ഉണ്ടാവും. അതായത് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും, ഒരിക്കലും സൂര്യന് നേരെ വരത്തില്ല. അതുകൊണ്ടാണ് പെർപെക്ച്വലി ഷാഡോഡ് എന്ന് പറയുന്നത്. എത്ര ഇതിന്റെ ഓർബിറ്റ് ആണെന്ന് കരുതുക. ഈ ഓർബിറ്റ് ചുറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ഭാഗമോ എന്ത് ചെയ്യത്തില്ല, സൂര്യനെ എക്സ്പോസ്ഡ് ആകത്തില്ല. ഓക്കെ, എക്സ്പോസ്ഡ് ആകാത്തതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, പെർപെക്ച്വലി ഷാഡോഡ് പോളാർ ക്രേറ്റേഴ്സ് ഉണ്ടാവും. ക്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ഡിപ്രഷൻ ആണ്. ഓക്കെ, ക്രേറ്റേഴ്സ് ആക്ച്വലി ഈ ഏരിയ അല്ല എക്സ്പോസ് ആകുന്നത്, ആ ക്രേറ്റേഴ്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, സൂര്യനിലേക്ക് എക്സ്പോസ് ആകാത്തത്. ഈ ക്രേറ്റേഴ്സ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, മീറ്റിയോറൈറ്റ് ഹിറ്റ് കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അങ്ങനെ എന്തോ ഉണ്ടായ ഒരു ഡിപ്രഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സൂര്യനെ എക്സ്പോസ് ആകുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയൽസിന്റെ എല്ലാം, ഈ എലമെന്റ്സിന്റെ എല്ലാം എന്ത് ചെയ്യുന്നു, ഫ്രീസിങ് പോയിന്റിലേക്ക് ടെമ്പറേച്ചർ എത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും എന്തായിട്ട് കാണപ്പെടുന്നു, ഐസ് ഡിപ്പോസിറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, സ്റ്റിൽ വെള്ളമല്ല അവിടെ ഉള്ളത്, ഈ ഐസ് എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളമാണെന്ന് തെറ്റിദ്ധരിക്കരുത്, അതർ എലമെന്റ്സ് ആണ്, അതർ കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, ദെൻ എന്താണ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാൻ കാരണം എന്താണ്, ഇറ്റ് ഹാസ് 55% ഓഫ് കോർ. മെർക്കുറിയുടെ കോർ ഈസ് അറൌണ്ട് 55%. ഓക്കെ, 55% അയൺ കോർ ആണ് ഇതിനുള്ളത്. സോ 55% അയൺ കോർ ഉണ്ടെങ്കിലും ആ അയൺ കോർ എന്ത് രൂപത്തിലാണ് കാണപ്പെടുന്നത്, മോൾട്ടൺ രൂപത്തിലാണ്. മോൾട്ടൺ ആണ്. നമുക്ക് എന്ത് വേണം,
ഡൈനാമോ തിയറി അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ എന്ത് വേണം? ഇറ്റ് ഷുഡ് ഹാവ് എ സോളിഡ് കോർ. സോളിഡ് കോർ ഉണ്ടെങ്കിൽ എന്തുണ്ടാകത്തുള്ളൂ? സോളിഡ് ആയിട്ടുള്ള അയൺ കോർ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകത്തുള്ളൂ? ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ഉണ്ടാകത്തുള്ളൂ. ഇലക്ട്രോൺ ഒരു ലൂപ്പിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അതെന്ത് ചെയ്യത്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ, അല്ലെ? മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇതിന് എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ്ലി ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് ഒരു ഈ ഇലക്ട്രോൺസ് എവിടെ നിന്നാണ്? നമ്മുടെ എർത്തിൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എർത്തിന്റെ കോറിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? കൺവെക്ഷൻ കറണ്ടിലൂടെ മൂവ് ചെയ്യുന്നു, അല്ലേ? ഇറ്റ് സ്റ്റാർട്ട്സ് ടു മൂവ് വിത്ത് ത്രൂ ദ കൺവെക്ഷൻ കറണ്ട്. സോ ഇതാണ് കോറെങ്കിൽ, സോളിഡ് കോറെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? കൺവെക്ഷൻ കറണ്ട്സ് ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഔട്ടർ കോർ ഇസ് ലിക്വിഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു കൺവെക്ഷൻ കറണ്ട് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇതിനെന്തുണ്ട്? ഈ സോളിഡ് കോറിൽ ഫെറസ് ആൻഡ് നിക്കൽ ആണ്. ഫെറസ് ആൻഡ് നിക്കലിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ആയിട്ട് പെയർഡ് അല്ലാത്ത ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിസിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നു? ലൂപ്പായിട്ട് ഫോം ചെയ്യുന്നു ബിക്കോസ് ഓഫ് കൺവെക്ഷൻ കറണ്ട്. കൺവെക്ഷൻ കറണ്ട് അല്ല, കൺവെക്ഷൻ cells formed inside the core, and that act as a dynamo and create magnetic field of earth. Of earth. But when it comes to Mercury, it has only 55% of its oleum is core composed of iron, but still എന്താണ്? It is that iron core is molten state, and it has not it is not having those conditions to create magnetic field because of the molten core. So it has a very weak magnetic field. പിന്നെന്താണ്? It has no ചന്ദ്രൻ ഇല്ല, no moons, no rings, no life visit എന്താണ്? So this makes also important because Mariner 10ഉം Messenger എന്ന് പറയുന്ന രണ്ട് സ്പേസ് ക്രാഫ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മെർക്കുറി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ഇനി വീനസിനെ പറ്റി. ഓക്കെ, അടുത്ത പ്ലാനറ്റ് വീനസ്. So Venus is the brightest and hottest of all planets because it reflects more of the sunlight which falls upon it than other planets do. എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? അതിനകത്തേക്ക് വരുന്ന മുഴുവൻ സൺലൈറ്റിനെ, അല്ലെങ്കിൽ മാക്സിമം സൺലൈറ്റിനെ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെ എന്തെന്ന് പറയും? അതിനെ ആൽബിഡോ എന്ന് പറയും, അല്ലേ? ഓക്കെ, അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? മാക്സിമം സൺലൈറ്റിനെയും എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ബ്രൈറ്റ് ആൻഡ് ഹോട്ടസ്റ്റ് ഓഫ് ഓൾ പ്ലാനറ്റ്സ് ആണ് ഏത്? വീനസ്. ഈ ഹോട്ടസ്റ്റ് ആവാൻ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ എവിടെ, ഏത് പ്ലാനറ്റിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെന്ന് പറയും? വീനസ് എന്ന് പറയും. വീനസ് എന്ന് പറയും. ഓക്കെ, സോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡയോക്സൈഡ് അതുപോലുള്ള എന്താണ് 97% എന്താണ് ഇതിൽ? കാർബൺ ഡയോക്സൈഡ് ആണ്. സോ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് വരുന്ന എന്താണ്? പ്ലാനറ്റ് എപ്പോഴും എന്താണ്? ആക്ച്വലി ഞാൻ അത് ഓൾറെഡി പറഞ്ഞതാണ്. പ്ലാനറ്റ് എപ്പോഴും എന്താണ്? കൂളാണ്. സൂര്യൻ എപ്പോഴും എന്താണ്? വെരി ഹോട്ടാണ്. സോ ഹോട്ട് സബ്സ്റ്റൻസിൽ നിന്നും വരുന്ന ഒരു എന്താണ് EMF റേഡിയേഷന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? EMF റേഡിയേഷൻ എന്തായിരിക്കും? വേവ് ലെങ്ത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ബട്ട് ഒരു കൂളർ ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്തതിന് ശേഷം അത് റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. സോ ഈ കൂടുതൽ വേവ് ലെങ്ത് കാണിക്കുന്ന ഈ ഡിസ്റ്റൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഈ കാർബൺ ഡയോക്സൈഡ് CO2 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് CO2ന്റെ മോളിക്കുലാർ, അതായത് CO2 മോളിക്യൂളിന്റെ സ്പേസിങ്, രണ്ട് ഓക്സിജൻ എങ്ങനെയാണ് കാർബൺ സ്പേസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇറ്റ് വിൽ ഓൾവേസ് ബി എന്താണ്? ഈക്വൽ ടു അല്ലെങ്കിൽ ലെസർ ദാൻ വാട്ട്, കുറവായിരിക്കും. എന്തിൽ നിന്നും? ഈ വേവ് ലെങ്ത്തിൽ നിന്നും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ വേവ് ലെങ്ത്തിന് എന്ത് ചെയ്യും?
ഈ കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, അതിനെ അവിടെ തടഞ്ഞു നിർത്തും. തടഞ്ഞു നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഇറ്റ് സ്റ്റാർട്സ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ. പിന്നെ എന്ത് ചെയ്യും? ആസ് ഇറ്റ് ഓർബിറ്റ്സ് വിത്തിൻ ദ എർത്ത്, ആസ് ഇറ്റ് ഈസ്, ഇതിനെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടും അല്ലെ, എർത്തിന്റെ ട്വിൻ എന്നും അറിയപ്പെടും. ട്വിൻ ഓഫ് എർത്ത്, ട്വിൻ ഓഫ് എർത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വീനസിനെയാണ്. Okay, so as it orbits, as its orbit is within Earth, it never gets very far from the sun, and it is easily seen after sunset. So എന്താണ്, നമ്മുടെ എർത്തിന്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടും എർത്തിന് ഓർബിറ്റിന് വെളിയിൽ പോകാത്തത് കൊണ്ടും എന്ത് ചെയ്യുന്നു, നമുക്ക് അതിനെ ഈസിലി അതിനെ കാണാൻ കഴിയുന്നുണ്ട്. സൺസെറ്റിന് ശേഷം കാണാൻ കഴിയുന്നുണ്ട്. സൂര്യൻ സൺസെറ്റിന് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കുന്നു. വെസ്റ്റേൺ ഈവനിങ് സ്റ്റാർ എവിടെയാണെന്ന്? സൺസെറ്റിന് അടുപ്പിച്ച് കാണുന്നത് വെസ്റ്റേൺ സ്കൈയിലാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. എന്തുകൊണ്ട്? സൺ എന്ത് ചെയ്യുന്നു, ആ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, അസ്തമിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈവനിങ് സ്റ്റാർ കാണാൻ പറ്റും. പിന്നെ ഈസ്റ്റേൺ സ്കൈയിൽ, അതായത് സൂര്യൻ ഉദിക്കുന്ന അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, മോർണിംഗ് സ്റ്റാർ ആയിട്ടും ആരെ കാണാൻ കഴിയുന്നു? വീനസിനെ കാണാൻ കഴിയുന്നു. ഓക്കെ, the thick atmosphere that hangs over Venus traps the sun's energy and helps to build the furnace-like heat. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. And it is very high surface, it's very high surface temperature, and its atmosphere consisting largely of carbon dioxide. Venus certainly cannot support life. എന്താണ് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല? ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അവിടെ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന മഴയാണ് പെയ്യുന്നത്. എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് നമ്മുടെ ഭൂമിയിലും ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഡൽഹിയിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് എന്താണ്? സൾഫർ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? ആകാശത്തേക്ക് പോകുന്നു. ആൻഡ് ഇറ്റ് കമ്പൈൻസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് വാട്ടർ വേപ്പർ ടു ഫോം സൾഫ്യൂരിക് ആസിഡ്, ആൻഡ് ദി സൾഫ്യൂരിക് ആസിഡ് വിത്ത് ഫോൾ ഓൺ അവർ മോണ്യുമെന്റ്സ് അല്ലേ? നമ്മുടെ എന്താണ് താജ്മഹലൊക്കെ കറക്കാൻ കാരണം എന്താണ്? എക്സാക്ട്ലി ദിസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓക്കെ, സോ പിന്നെന്താണ്? അതിനൊരു റെട്രോഗ്രേഡ് മോഷൻ ആണുള്ളത്. സ്പിൻസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ഓഫ് ദ എർത്ത് and most other planets in general. Planet and their satellite rotate west to east, but Venus rotate on its axis from east to west of planet of the solar system. എന്താണ് ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമി എങ്ങോട്ട് കറങ്ങുന്നു? വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ കിഴക്കുദിക്കുന്നത്. ഓക്കെ, വെസ്റ്റ് ടു ഈസ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭൂമി കറങ്ങുന്നത്. പക്ഷെ എന്നാൽ വീനസ് എങ്ങോട്ടാണ് കറങ്ങുന്നത്? ഈസ്റ്റ് ടു വെസ്റ്റ്. ഓക്കെ, ഓക്കെ, സോ അപ്പം വീനസിൽ സൂര്യൻ ഉദിക്കുന്ന എവിടെയായിരിക്കും? പടിഞ്ഞാറായിരിക്കും അല്ലേ? വെസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? വീനസിൽ സൂര്യൻ ഉദിക്കുന്നത്. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് ലോജിക് കീപ് അങ്ങനെയുള്ള ലോജിക്സ് എല്ലാം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ആൻഡ് വെരി ആക്റ്റീവ് പ്ലാനറ്റ് വിത്ത് മൗണ്ടനേഷ്യസ് വോൾക്കാനോസ്. സോ എന്താണ് അവിടെ എന്ത് ചെയ്യുന്നു? വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് പ്ലാനറ്റ് ഇൻ ദ സെൻസ് അവിടെ എന്ത് സംഭവിക്കുന്നു? മെനി വോൾക്കാനോസ് ഉണ്ടാകുന്നു, വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? നോ മാഗ്നറ്റിക് ഫീൽഡ് ബിക്കോസ് ഓഫ് നോൺ കൺവെക്റ്റീവ് കോർ. അതിന് എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയായിരിക്കും? സോളാർ ഫ്ലെയേഴ്സ് എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് അതിൽ ആക്ട് ചെയ്യും. ഒന്ന് ഇത് അല്ലെങ്കിലേ ചൂടാണ്, അതിന്റെ കൂടെ സോളാർ ഫ്ലെയേഴ്സ് വന്ന് എന്ത് ചെയ്യും? ഇതിനെ എന്ത് ചെയ്യും? വളരെ വലിയ ഹീറ്റ് എന്ത് ചെയ്യും? വളരെ വലിയ രീതിയിൽ അതിനെ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? വീണ്ടും ഫർദർ ഹീറ്റിംഗ് നടക്കുകയാണ്. ഓക്കെ, പിന്നെന്താണ്? നോൺ കൺവെക്റ്റീവ് കോർ ആണ്, അത് പറഞ്ഞു. ഓക്കെ, നോ മൂൺസ് ഇല്ല. നോ റിങ്സ് വിസിറ്റഡ് ബൈ ദീസ് എന്താ സ്പേസ് ക്രാഫ്റ്റ്സ്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എർത്തിലേക്ക് പോകാം. എർത്തിന്റെ സവിശേഷത എന്താണ്? ഇറ്റ്സ് ഓൺലി പ്ലാനറ്റ് ഹാവിങ് ലിക്വിഡ് വാട്ടർ, വെള്ളമുള്ളത്. ബ്ലൂ പ്ലാനറ്റ് എന്നാണ് അല്ലേ അറിയപ്പെടുന്നത് നമ്മളെ എർത്തിനെ.
So it is the only planet having liquid water, surface atmosphere made of 78% is nitrogen, 20.9% oxygen, 0.9% argon, then carbon dioxide. ഓക്കെ, സോ ഇത് ഇത്രയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, പെർമനന്റ് ഗ്യാസുകൾ എന്നറിയപ്പെടുന്നത് അല്ലേ. ഇതിന്റെ കൂടെ എന്തും കൂടെ വരും, ഇനി വാട്ടർ വേപ്പറും കൂടെ വരും. വാട്ടർ വേപ്പർ, ഇതിന്റെ ഇടയിൽ വാട്ടർ വേപ്പറും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു വേരിയബിൾ ഗ്യാസ് ആയതുകൊണ്ടാണ് ഇതിന്റെ ഇടയിൽ ആഡ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഡിഫർ ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ക്ലൈമറ്റോളജിയിൽ പഠിക്കും, ബട്ട് സ്റ്റിൽ ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഓക്കെ, പിന്നെന്താണ്, സോ ആൻഡ് വൺ മോർ തിങ്, വാട്ടർ വേപ്പർ ഇസ് ദ മെയിൻ റീസൺ ഫോർ ഗ്രീൻ ഹൗസ് എഫക്ട്. അതും കൂടെ മറക്കാതെ വെച്ചില്ല. കാർബൺ ഡയോക്സൈഡ് അല്ല, വാട്ടർ വേപ്പർ ആണ്. വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡും കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ വാട്ടർ വേപ്പർ ആയിരിക്കും ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. ഇത് പലതവണ പല രീതിയിൽ നെറ്റിന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്ട്. സോ ദാറ്റ് ഈസ് എന്താണ്, ആക്ഷൻ ഓഫ് H2O. ഓക്കെ, so it takes 23 hours 56 minutes 4 seconds to complete one rotation and 362 days this much time to complete approximately this much time to complete one orbit around the sun. അതായത് റവല്യൂഷന് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നുണ്ട്, ഒരു റൊട്ടേഷൻ അതായത് ഒരു ദിവസത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും സമയം എടുക്കുന്നുണ്ട്, അതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നു. പിന്നെ ലീപ് ഇയർ എന്ന് പറയുന്നു. ലീപ് ഇയർ എന്താണ്, ഫോർ കൺവീനിയൻസ് 1/4 ഓഫ് എ ഡേ ഈസ് ഇഗ്നോർഡ്. അതായത് ഈ 365 ദിവസത്തില് 365 × 1/4 എന്ന് പറയുന്ന ഈ 1/4 നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 3 വർഷം ഇഗ്നോർ ചെയ്യുന്നു. കൂട്ടാതെ പിന്നെ എന്ത് ചെയ്യുന്നു, 4ാമത്തെ വർഷത്തിൽ അതിനെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ദിവസത്തിനൂടെ കൂട്ടുന്നു, 366 ദിവസമാക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീപ് ഇയർ എന്ന് പറയുന്നത്. ആ 366ാമത്തെ ദിവസം ഇവിടെ ആഡ് ചെയ്യുന്നു, ഫെബ്രുവരി 29 ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാലും. ഓക്കെ, the earth's circumference is about 4000 kilometer. Circumference, diameter, circumference ആണ്, okay, sorry, about for approximately 40,000 ആണ് എൻ്റെ എർത്തിന്റെ circumference. Its diameter is 12756.8 കിലോമീറ്റർ. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. ഓക്കെ, സോ അതും നോക്കി വെച്ചിരിക്കുക. ആൻഡ് ഇക്വേറ്ററിൽ എന്താണ്, ഇക്വേറ്റർ ഈസ് ബൾജ്ഡ് അല്ലേ, ഇക്വേറ്റർ ഈസ് ബൾജ്ഡ് ആൻഡ് പോൾസ് ആർ ഇതെന്താണ്, കംപ്രസ്ഡ് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ എർത്തിന്റെ സ്ട്രക്ചർ ബിക്കോസ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഏറ്റവും കൂടുതൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇക്വേറ്ററിലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേറ്റർ ബൾജ് ചെയ്യുന്നത്. ഇക്വേറ്റർ ബൾജ് ചെയ്ത് ഈ ഫോമിനെ, ഈ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, എന്ത് സ്ട്രക്ചർ എന്ന് പറയും, ഈ ബൾജ് ചെയ്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്ന് പറയുന്നത്. ഒബ്ലേറ്റ് സ്ഫിറോയിഡ്. ഓക്കെ, സോ ഇതെന്താണ്, ഇതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വേറൊരു പേരും കൂടെ കേട്ട് കാണും, ഇതിന്റെ എന്താണ്, ജിയോഡ്. ജിയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഓക്കെ, ജിയോഡ് അത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു, നമ്മൾ ഗ്രാവിറ്റി സർവേയിലൊക്കെ ഉപയോഗിക്കുന്ന ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ് ജിയോഡ്. അതായത് ജിയോഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഭൂമി ഇങ്ങനെ അതിന്റെ എന്ത് ചെയ്യും, ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, ചേർന്ന് ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ള അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്നു. ബാക്കിയുള്ള ഇടമെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു ഇത് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ഇടമെല്ലാം കുറച്ച് തള്ളി നിൽക്കുന്നു. ഈ ഹൈ ഡെൻസർ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജിയോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജിയോഡും ഒബ്ലേറ്റ് സ്ഫിറോയിഡും തമ്മിൽ ഇനി മാറിപ്പോരുത്. ഒബ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, പ്രൊളേറ്റ് ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൊളേറ്റ്. പ്രൊളേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ദിസ് ഈസ് പ്രൊളേറ്റ് ആൻഡ് ദിസ് ഈസ് ഒബ്ലേറ്റ്. ഓക്കെ, ഇനി ഒബ്ലേറ്റ് സ്ഫിറോയിഡും ജിയോയിഡും തമ്മിൽ ഒരിക്കലും മാറിപ്പോരുത്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്, എർത്തിന്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ജിയോയിഡ്. എർത്തിന്റെ ആക്ച്വൽ ഷേപ്പ്, അതായത് ഒരു റെഫറൻസ് ഷേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. രണ്ടും റെഫറൻസ് തന്നെയാണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റെഫറൻസ് ഷോയിങ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ബട്ട് ദിസ് ഈസ് ദ നമ്മൾ എർത്തിന്റെ ഷേപ്പിന് ജസ്റ്റ് വാട്ടറും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ഒരു ഷേപ്പിനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, so keep that in mind. So
പിന്നെ എന്ത് സംഭവിക്കുന്നു? എർത്ത് സർക്കംഫറൻസ് ഇസ് അബൌട്ട്, അതൊക്കെ പറഞ്ഞു. ഇറ്റ്സ് സർഫസ് ഏരിയ ഇസ് അബൌട്ട് ദിസ് മച്ച് സ്ക്വയർ കിലോമീറ്റർ. And the size of the Earth is therefore great but not vast in comparison with other planets such as Jupiter or Saturn. So എന്താണ്, ജൂപ്പിറ്ററും സാറ്റേണിന്റെ അത്രയും സൈസ് ഇല്ല. ദർ ഇസ് നോട്ട് വാസ്റ്റ് കമ്പാരിസൺ, ഒന്നുമല്ല. അതായത് വലുതാണ്, ബട്ട് ജൂപ്പിറ്ററിനെ സാറ്റേണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാവില്ല. പിന്നെ എന്താണ്, അവർ പ്ലാനറ്റ് ഹാസ് വൺ സാറ്റലൈറ്റ്, മൂൺ. മൂണിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബട്ട് ഇന്നത്തെ ലെക്ചറിൽ മോസ്റ്റ്ലി വി വിൽ കീപ് ഓൺ ദീസ് പ്ലാനറ്റ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഇത് എർത്തിനാണ് സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ആവറേജ് ഡെൻസിറ്റി ഉള്ളത് 5.5 gram per cc. 5.5 gram per cc, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ആരാണുള്ളത്, നമ്മുടെ ചൊവ്വ അല്ലേ. നാസ ക്യൂരിയോസിറ്റി അയച്ച, നമ്മൾ മംഗൾയാൻ അയച്ച പഠിക്കാൻ പോയ ചൊവ്വ. So yes, Mars is the red planet, is smaller than Earth and has very thin atmosphere and a very small amount of oxygen. Okay, so it is farther away from the sun than the Earth, and so it is much colder. It takes 24 hours 37 minutes to rotate in its axis and 687 days to complete its revolution. ഇത് ഏകദേശം എന്ത് ചെയ്യുന്നു, ഒരു എർത്ത് ഡേയുടെ അത്രയും എന്ത് ചെയ്യുന്നു, അതും എന്ത് ചെയ്യുന്നു, റൊട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ബട്ട് ഇറ്റ് ടേക്സ് 687 days to complete one revolution. എന്തുകൊണ്ടാണ്? ആംഗുലർ മൊമെന്റം കൺസർവേഷൻ. ദൂരോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, റെവല്യൂഷൻ. ആംഗുലർ മൊമെന്റം കൺസർവേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ നന്നായി നോക്കിയായിരുന്നല്ലേ. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു, ദൂരോട്ടുള്ള, സൂര്യനിൽ നിന്നും ദൂരോട്ടുള്ള പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നു, അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നു. എക്സാക്ട്ലി ലൈക്ക് എന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു കൈ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വിരിച്ചു വെച്ചിട്ട് കറങ്ങി വെക്കുക, കൈ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട്, അല്ലെങ്കിൽ വിരിച്ചു വെച്ചിട്ട് കറങ്ങിയിട്ട് പയ്യെ പയ്യെ കൈയെ താഴ്ത്തി വെക്കുക. നിങ്ങളുടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നതാണ്, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ദിസ് ഈസ് കോൾഡ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഓക്കെ, ഒമേഗ സ്ക്വയർ ആർ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കും, മൊമെന്റം. ഓക്കെ, സോ ഞാൻ തൽക്കാലം അതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ ഗ്രാവിറ്റി ഡിസ്കസ് ചെയ്യുന്ന നേരത്ത് we will discuss more on it. Okay, the Mars presents its orbit alternatively to the Sun in same way the Earth does because it axis is tilt in the similar manner. So കണ്ടോ, ഇതൊക്കെ ഓരോ പോയിന്റ്സ് ആണ്. എർത്തിന്റെ സിമിലർ മാനറിൽ എന്ത് ചെയ്യുന്നു, ആക്സിസ് ടിൽറ്റ് കാണിക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ന് പറയും, മാർസ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആയിരിക്കും മാർസ് ഹാബിറ്റബിൾ ആണെന്ന് കരുതുന്നതും ഈലോൺ മസ്കിനെ പോലുള്ളവർ എന്ത് ചെയ്യുന്നത്, മാർസിനെ എന്ത് ചെയ്യുക, ഹാബിറ്റബിൾ ആക്കാൻ ട്രൈ ചെയ്യുന്നത്. ഈലോൺ മസ്കിന്റെ പ്ലാൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞ ഞാൻ എന്താണ് പറഞ്ഞത് ആദ്യം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു കംപ്രസ് എന്താണ്, ടു ക്രിയേറ്റ് ആൻ എലമെന്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ ഫ്യൂഷൻ റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അത്രയും പ്രഷർ വേണം. സോ അത്രയും പ്രഷർ മാർസ് സർഫസിൽ കൊടുക്കാൻ, മാർസിന്റെ അറ്റ്മോസ്ഫിയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈലോൺ മസ്ക് എന്ത് ചെയ്തത്, ന്യൂക്ക് ഇടണം എന്ന പ്ലാൻ ഇടാൻ തുടങ്ങിയത്. വിച്ച് മീൻസ് മാർസിന് ചുറ്റും എന്ത് ചെയ്യുക, ആറ്റം ബോംബ്സ് കൊണ്ടുപോയി, ഹൈഡ്രജൻ ബോംബ്സ് കൊണ്ടുപോയി ബ്ലാസ്റ്റ് ചെയ്തിട്ട് മാർസിന് എന്ത് ചെയ്യുക, അത്രയും കംപ്രസിബിൾ, അത്രയും എനർജി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഹൈഡ്രജനെയും ഓക്സിജനെയും കൂടെ ഫ്യൂസ് ചെയ്തുകൊണ്ട് ആരെ ക്രിയേറ്റ് ചെയ്യുക, വെള്ളത്തിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പ്ലാൻ Elon Musk ഇട്ടത്. Okay, then temperature on Mars range from this much to this much to a low of minus 700 degree Celsius. Okay, degree Celsius ആണ് ഇത്. Then about 3/4 of the planet's surface is covered with bright reddish and yellowish patches because of what? Because of the high presence of ferrous oxide. ഫെറസ് ഓക്സൈഡിന്റെ പ്രസൻസ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹാസ് എ റെഡിഷ് കളർ. കാരണം എന്താവാം, സിമ്പിൾ, തുരുമ്പെടുക്കുന്നതാവാം, റസ്റ്റിംഗ് ആവാം അല്ലേ. റസ്റ്റിംഗ് കാരണമാവാം എന്ത്, ഈ ഫെറസിന്റെ റസ്റ്റിംഗ് കാരണമാവാം എന്ത് ചെയ്യുന്ന ബ്രൈറ്റ് റെഡിഷ് കളറും യെല്ലോയിഷ് പാച്ചസും ഒക്കെ വരാൻ കാരണം.
Okay. Then the next member is what? Asteroids and planetoids. ഓയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായും വളർച്ചയില്ലാത്ത ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓയിഡ്സ് എന്ന് പറഞ്ഞ് ചേർത്ത് വിളിക്കുന്നത്. ഓക്കെ. സോ അവരാരൊക്കെയാണ്? അതായത് നിങ്ങൾക്ക് സോളാർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ അറിയാമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഈവൻ ദോ നിങ്ങൾ അറിയത്തില്ല എങ്കിൽ ഗോ ടു എന്താണ്, സോ അല്ലെങ്കിൽ സിംപ്ലി ദിസ് ഇസ് ദ സ്ട്രക്ചർ. വെയിറ്റ് എ സെക്കൻഡ്. സിംപ്ലി ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, പ്രത്യേകിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സോളാർ സിസ്റ്റം. ഓക്കെ. ഇതാണ് എന്ത്? ഈ പൊട്ടി തകർന്നു കിടക്കുന്ന പീസസ് ആണ് എന്ത്? ഇതാണ് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പൊട്ടിയ പ്ലാനറ്റെസിമൽ അല്ല, പ്ലാനറ്റോയിഡ്സ്. പ്ലാനറ്റെസിമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ടിങ് ടു ഫോം ദ പ്ലാനറ്റ്. ബട്ട് പ്ലാനറ്റോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ് പൊട്ടി തകർന്ന് എന്ത് ചെയ്യുന്നു? മേ ബി ഒരു പ്ലാനറ്റ് വന്ന് ഇടിച്ചതാവാം. അങ്ങനെ പല കോൺസ്പിറൻസി തിയറീസും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ബട്ട് യു ജസ്റ്റ് ഹാവ് ടു നോ ദ നെയിംസ്. എന്താണ് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആസ്റ്ററോയിഡ്സ് എന്ന് പറയുന്നത്. ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് എന്തിനിടയിലായിരിക്കും വരുന്നത്? ജൂപ്പിറ്ററിനും മാർസിനും ഇടയിൽ. ഈ ബെൽറ്റ് ആണ് എന്തിനെ ഇത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനും ജൂപ്പിറ്ററിന്റെ ഫാമിലിയായ ജോവിയൻ പ്ലാനറ്റ്സിനും ഇടയിൽ ബൗണ്ടറി ആയിട്ട് നിൽക്കുന്ന ഒരു ലെയർ ആണ് എന്ത്? ആസ്ട്രോയിഡ് ബെൽറ്റ്സ്. ജോവിയൻ പ്ലാനറ്റ്സിന്റെ അതർ നെയിം ഇസ് ഗ്യാസ് ജെയിൻസ്. ഓക്കെ. സോ അത്രയും ഓർത്ത് വെച്ചിരിക്കുക. ദെൻ ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനെപ്പറ്റി. ദർ ഇസ് എ ഗ്യാപ്പ് ഓഫ് മോർ ദാൻ 550 മില്യൺ കിലോമീറ്റേഴ്സ്. അത്രയും നോക്കേണ്ട കാര്യമില്ല. ഡോണ്ട് ഗോ വിത്ത് എന്താണ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിനെ കാണാതെ പഠിക്കാൻ നിൽക്കരുത്. ബട്ട് ഈവൻ ദോ യു കമ്പയർ ദ എന്താണ് എവറി പ്ലാനറ്റ്, എവറി സെലസ്റ്റിയൽ ബോഡീസ്. പിന്നെ എന്താണ് ടൈനി പ്ലാനറ്റ്? ദ ഗ്യാപ്പ് ഇസ് ഫിൽഡ് ബൈ മില്യൺസ് ഓഫ് ടൈനി പ്ലാനറ്റ്സ് നോൺ ആസ് പ്ലാനറ്റോയിഡ്സ്, ആസ്ട്രോയിഡ്സ്. They are most tiny lumps of rocks altogether, about 6,000, and 6,000 of them have been discovered. Okay, സിംപ്ലി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദ ലാർജസ്റ്റ്, അതിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റോയിഡിന്റെ പേരെന്താണ്? സീരീസ്. ഇറ്റ് ഹാസ് എ ഡയമീറ്റർ ഓഫ് 768 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. ഓക്കെ. ഭൂമിയുടെ ഡയമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. Despite the great numbers, their combined mass is a fraction of 1/1000 of Earth mass. അതായത് മൊത്തം നമ്പർ ഓഫ് ടൈനി ലംസ് 6,000 ഉണ്ടെങ്കിലും ഈവൻ അതിന്റെ ലാർജസ്റ്റ് പ്ലാനറ്റോയിഡിന്റെ ഡയമീറ്റർ ഇത്രയും ഉണ്ടെങ്കിലും മൊത്തം ആസ്ട്രോയിഡ് ബെൽറ്റിനകത്തുള്ള സിമ്പിൾ പാർട്ടിക്കിൾസിനെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആഡ് ചെയ്താലും നമ്മൾക്ക് എന്തേ കിട്ടത്തുള്ളൂ? 1/1000 ഓഫ് എർത്ത് മാസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് ആസ്ട്രോയിഡ്സ്. ദെൻ ഓൾ ഓഫ് ദം റിവോൾവ് അറൗണ്ട് ദ സൺ. മീൻ പീരീഡ് ഓഫ് റെവല്യൂഷൻ. അതായത് ഒരു പാർട്ടിക്കിളിന്റെ അല്ല, നമ്മൾ അതിനകത്തും എന്താണ് സംഭവിക്കുന്നത്? മീൻ പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ആസ്ട്രോയിഡ് ബെൽറ്റ് ഒരു റേഞ്ച് ആണല്ലേ. ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഓടുന്നുണ്ട്. ഓക്കെ. സോ ഇതിനകത്ത് മീൻ, അതായത് ആംഗുലർ മൊമെന്റം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇതിനകത്തുള്ളത് സ്പീഡിനായിരിക്കും പോകുന്നത്. ഇവിടെ വെളിയിലോട്ട് പോകുന്തോറും അതിന്റെ സ്പീഡ് കുറയും. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് അതിന് എന്ത് ചെയ്യണം? ഒരു മീൻ വാല്യൂ എടുക്കണം, ഒരു ആവറേജ് വാല്യൂ എടുക്കണം. ഇവിടെ ഉള്ള സ്പീഡ് പ്ലസ് ഇവിടെയുള്ള സ്പീഡ് എന്ന ടൈം എടുത്തിട്ട് അങ്ങനെ എന്താണ്, അങ്ങനെയാണ് അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്? 4.5 years അത് എടുക്കുന്നു. എന്തിന്? സൂര്യനെ ചുറ്റാൻ എടുക്കുന്നു എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ. Then let's get into Jovian planets. First Jovian planet is Jupiter. Jupiter is the largest planet in the solar system. If it is hollow, then it would be room of 1300 Earth inside. അതായത് ഇത് ഹോളോ ആയിരുന്നെങ്കിൽ, അതായത് എന്താണ്
ഒരു ഭരണിയായിരുന്നെങ്കിൽ അതിനകത്ത് എന്താണ് നമുക്ക് 1300 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1300 എർത്തിനെ എന്ത് ചെയ്യാം? We can easily place inside. Okay, it has only 300 times the heavy because it is a gas giant. അതെന്താണ്? ഒരു ഗ്യാസ് ജെയിന്റ് ആണ്. എർത്ത് ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആണ്, റോക്കി പ്ലാനറ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് എ ഗ്യാസ് ജെയിന്റ്. ഗ്യാസ് ജെയിന്റ് ആവുന്നതിന്റെ ഭാഗമായിട്ട് അതിന് എന്തായിരിക്കും? അതിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? ഡെൻസിറ്റി കുറവായിരിക്കും. ഇത്രയും വലുതായതിന്റെ കാരണവും 1300 ഭൂമിയുടെ 1300 ഇരട്ടി ഉണ്ടായിട്ടും എന്ത് സംഭവിക്കും? വെറും 300 ഇരട്ടി വെയിറ്റ് മാത്രമേ അതിനുള്ളൂ. ഭൂമിയെക്കാളും വെയിറ്റ് ഉണ്ട്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗ്രാവിറ്റി ഓൾസോ. അതിനെന്ത് ചെയ്യും? അത്രയും ഗ്രാവിറ്റി ഉണ്ട്. ഈവൻ ദോ എന്താണ് 300 ടൈംസ് വെയിറ്റേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ്സ് എ ഗ്യാസ് ജെയിന്റ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി മച്ച് ലെസ് ഡെൻസ്. സിംപ്ലി ഡെൻസിറ്റി കാര്യമാണ് പറയുന്നത്. ഹൗവർ ഇറ്റ്സ് മാസ് ഇസ് മോർ ദാൻ ട്വൈസ് ദ 8 അതർ പ്ലാനറ്റ്സ് കമ്പൈൻഡ്. സോ എന്താണ്? മുഴുവൻ, അതായത് സോളാർ സിസ്റ്റത്തിനകത്തുള്ള മുഴുവൻ പ്ലാനറ്റ്സിനെയും എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഇരട്ടിയായിരിക്കും എന്ത്? ജൂപ്പിറ്ററിന്റെ മാസ്. Jupiter is nearly 780 million kilometers from Earth, the Sun. One special feature of the planet is Great Red Spot. Great Red Spot എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്പോട്ട് ഇതാണെന്ന് ഐ തിങ്ക് സോ. ഇതാണ് എന്ത്? ഗ്രേറ്റ് റെഡ് സ്പോട്ട്. ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഉള്ള പ്ലാനറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് ദിസ് മച്ച് ലോങ് ആൻഡ് ദിസ് മച്ച് വൈഡ്. Jupiter's upper cloud layer seems to have ammonia and methane. Both are poisonous gas. എന്താണ് അതിന്റെ പുറത്തെന്താണ്? അമോണിയയും മീഥേനുമാണ് ഉള്ളത് ഔട്ടർ ലെയേഴ്സിൽ. സോ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആർ പ്രോബബ്ലി പ്രസന്റ്. ഉണ്ടാവാം എന്നല്ല, ഉണ്ട്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് റൊട്ടേറ്റിംഗ് പ്ലാനറ്റ്, ടേക്കിംഗ് ലെസ് ദാൻ 10 hours ഓഫ് ഇറ്റ്സ് റൊട്ടേഷൻ. ഗ്രാവിറ്റി കൂടിയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? അതിന് അത്രയും ബാലൻസ് ചെയ്യണം അല്ലേ? ഐ മീൻ മാസ് കൂടിയതുകൊണ്ട് തന്നെ അതിന് അത്രയും ഗ്രാവിറ്റേഷണൽ പ്രഷർ ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ പ്രഷറിന് അതിന് അത്രയും ബാലൻസ് ചെയ്യേണ്ടി വരും. ബാലൻസ് ചെയ്യേണ്ടി വരുന്ന ഭാഗമായിട്ട് അതിനെ ആര് ബാലൻസ് ചെയ്യേണ്ടി വരും? ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്യേണ്ടി വരും. റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഫാസ്റ്റസ്റ്റ് റൊട്ടേഷൻ ഉണ്ടാവണം. ലെസ് ദാൻ 10 hours ഓഫ് റൊട്ടേഷൻ. സോ എന്ത് ചെയ്യും? 10 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് അത് എന്ത് ചെയ്യും? ഒറ്റ റൊട്ടേഷൻ അടിക്കും. പിന്നെ എന്താണ്? സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഓൾ പ്ലാനറ്റ്സ്. ആബ്സെൻസ് ഓഫ് solid surface but has solid inner core, which is causing to the formation of the strongest magnetic field എന്ന് ഡൈനാമോ തിയറി പറയുന്നു. ഓക്കെ, ഐ എം നോട്ട് ഷുവർ ദാറ്റ് ഡൈനാമോ തിയറി, ഓക്കെ, ഈവൻ ദോ ഇറ്റ്സ് എ തിയറി ആൻഡ് ബട്ട് സ്റ്റിൽ സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ. പിന്നെ എന്ത് ചെയ്യുന്നു? അതിന്റെ മൂൺസ്, ആൻഡ് ദിസ് ഇസ് എന്താണ് ഏറ്റവും കൂടുതൽ മൂൺസ് ഏത് പ്ലാനറ്റിലാണുള്ളത്? ജൂപ്പിറ്ററിനാണുള്ളത്. ഓക്കെ, അതിന്റെ ചില മൂൺസ് ആണ് യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമെഡെ ആൻഡ് എന്താണ് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഐ ഒ എന്ന് പറയുന്ന ഒരു മൂണും കൂടെ ഉണ്ട്. ഈ ഐഒയുടെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് ദ മോസ്റ്റ് ടെക്ടോണിക്കലി ആക്റ്റീവ് സെലസ്റ്റിയൽ ബോഡി ഇൻ ദ സോളാർ സിസ്റ്റം. ഓക്കെ, പ്ലേറ്റ് ടെക്ടോണിസം ഏറ്റവും കൂടുതൽ നടക്കുന്ന, ഏറ്റവും കൂടുതൽ വോൾക്കാനിക് ആക്ടിവിറ്റിയും പ്ലേറ്റ് ടെക്ടോണിസം ഒക്കെ നടക്കുന്ന ഒരു എന്താണ് ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് ഐഒ. ആൻഡ് അതെന്താണ്? ഐഒ ജൂപ്പിറ്ററിനെയാണ് ചുറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ജൂപ്പിറ്ററിന്റെ ഒരു മൂണാണ്. ഇറ്റ് ഹാസ് ഫെയിൻഡ് ആയിട്ടുള്ള റിംഗ് സിസ്റ്റം ഉണ്ട്. ഗ്യാസ് ജെയിന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഒരു റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? ഫോം ചെയ്യും. എങ്ങനെ ഫോം ചെയ്യും? ഇവിടെ നിന്നുള്ള പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇവിടെ നിന്നുള്ള പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഏറ്റവും കൂടുതൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഫോംസ് എ റിംഗ് വിത്ത് ഇറ്റ്സ് പാർട്ടിക്കിൾസ്. സോ ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലൈഫ് സപ്പോർട്ട് ചെയ്യത്തില്ല. ആൻഡ് ഏതൊക്കെ സ്പേസ് ക്രാഫ്റ്റുകൾ അതിൽ പോയിട്ടുണ്ട്? പയനിയർ 10, 14, വോയേജർ 1-2. വോയേജർ 1-2ന്റെ പ്രത്യേകത എന്താണ്? വോയേജർ 1-2 ആണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? എർത്തിന്റെ ഏറ്റവും വെളിയിൽ നിൽക്കുന്നത്. ഓക്കെ, ദെൻ കംസ് കസീനി, ന്യൂ ഹൊറൈസൺ ആൻഡ് ജൂണോ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ജൂപ്പിറ്റർ. പിന്നെ ഈ മാർസിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി.
മാർസിന്റെ സർഫസിലുള്ള ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്ന പർവ്വതമാണ് എന്ത് ഏറ്റവും വലിയ ഷീൽഡ് വോൾക്കാനോ. ഓക്കെ, ഒളിമ്പസ് മോൺസ് ഷീൽഡ് വോൾക്കാനോ, അതായത് സോളാർ സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ ഷീൽഡ് വോൾക്കാനോ ഒളിമ്പസ് മോൺസ് ആണ്. ഓക്കെ, then comes your star Saturn. Saturn is the sixth planet of the sun, from the sun, second largest planet in the solar system, hydrogen and helium made of. It is 9 times larger as the Earth and is visible in naked eye. Scientists can see the rings are around the Saturn made up of millions of small bits of rocks and dust moving together around the planet. Outside the rings, there are 10 satellites. One of them is called Titan. ഏത് ടൈറ്റൻ? നമ്മുടെ താനോസ് വന്ന ടൈറ്റൻ. താനോസ്, എല്ലാവർക്കും താനോസിനെ അറിയണമെന്നില്ലേ അല്ലേ? താനോസ് is a character of Avengers. ഓക്കെ, അതാണ് MCU അല്ലേ, നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു 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 ക്യാരക്ടറായ താനോസ്. താനോസ് എവിടെ നിന്നാണ് വന്നത്? ടൈറ്റൻ. സോ ടൈറ്റൻ, നിങ്ങൾക്ക് തെറ്റിപ്പോരുത്, ടൈറ്റൻ ഈസ് ഫ്രം സാറ്റേൺ. ഇനി ഇതേ പേര് വരുന്ന വേറൊരു ഒരു 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 മൂണും കൂടെ ഉണ്ട്. ഓക്കെ, അതിന്റെ പേര് എന്താണെന്ന് പിന്നെ നോക്കാം. ബട്ട് ടൈറ്റൻ ഈസ് ഓഫ് സാറ്റേൺ. ഓക്കെ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് എനി പ്ലാനറ്റ്. ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആണ്, ഏറ്റവും വലിയ ചന്ദ്രൻ, നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ടൈറ്റൻ. ഓക്കെ, അത് മറക്കരുത്. ആൻഡ് അതർ മൂൺസ് ആർ മൈമാസ്, എൻസിലാഡസ്, തെത്തിസ്. ഇതെല്ലാം എന്താണ്? അതർ മൂൺസ് ആണ്. എൻസിലാഡസ് ഹാസ് salt water oceans under thick icy shells. Okay, Saturn's specific gravity is less than 1. So this makes it is very എന്താണ് important, because ഈ സാറ്റേൺ എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇവൻ പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ട് പൊങ്ങിക്കിടക്കും? because it has very less എന്താണ് if large ocean were available, Saturn would have float on it. എന്താണ് ഒരു എന്ന് വെച്ചാൽ എന്താണ് വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്താണ്? 1000 gram per cc അല്ലെങ്കിൽ 1000 kilogram per cc അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 gram per cc. gram per cc, centimeter cube. But Saturn എന്താണ് much lesser. It is around 0.6 സംതിങ് ഉള്ളൂ എന്ത് സാറ്റേണിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ സാറ്റേണിനെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ സാറ്റേൺ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഓക്കെ, സോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി വേറെ എന്തൊക്കെയുണ്ട്? സ്പെക്ടാക്കുലർ റിംഗ് സിസ്റ്റം, 7 റിംഗ്സിന്റെ സ്പെക്ടാക്കുലർ റിംഗ് സിസ്റ്റം ഉണ്ട്. കാൻ സപ്പോർട്ട് ലൈഫ്. ദീസ് ആർ ദ സ്പേസ് ക്രാഫ്റ്റ്. ഓക്കെ, വിസിറ്റഡ്. ഇനി ആരുണ്ട്? യുറാനസ്. യുറാനസ് is made of icy material like water, methane, ammonia. എന്താണ്? ഐസി പ്ലാനറ്റ് ആണല്ലേ യുറാനസ്. It has blue color. It has a tilt of 98%. This is what is important, which also gives ഈ 98 degree tilt എന്ത് ചെയ്യുന്നു? It gives എന്ത് കൊടുക്കുന്നു? അതിനും ഒരു retrograde rotation കാണിക്കുന്നു. retrograde rotation എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി ഈസ്റ്റ് ടു വെസ്റ്റ് ടു ഈസ്റ്റ് കറങ്ങുന്നു. retrograde rotation ഉള്ള പ്ലാനറ്റ് ഈസ്റ്റ് ടു വെസ്റ്റ് കറങ്ങുന്നു. ബട്ട് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് അറൌണ്ട് 98%. ഏകദേശം ഇതെങ്ങനെയാണ് നിൽക്കുന്നത്? ഇങ്ങനെ. ഇതിന്റെ ആക്സിസ് എന്താണ്? ഏകദേശം ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, എന്നിട്ട് ടിൽറ്റ് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. It takes 84 years to revolution, so that south polar region receives sunlight of 42 years, and then the north pole gets its turn
പിന്നെ എന്ത് സംഭവിക്കുന്നു? വീനസ് യുറാനസ് റൊട്ടേറ്റ് ഈസ്റ്റ് ടു വെസ്റ്റ്, ബട്ട് ഇറ്റ് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് സൈഡ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ ആ റൊട്ടേഷൻ എന്താണ്? റെട്രോഗ്രേഡ് റൊട്ടേഷൻ, ഈസ്റ്റ് ടു വെസ്റ്റ്. വീനസിനെ പോലെ തന്നെ യുറാനസ് ഈസ്റ്റ് ടു വെസ്റ്റ് റെട്രോഗ്രേഡ് റൊട്ടേഷൻ ആണ് കാണിക്കുന്നത്, ബട്ട് ഇറ്റ് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ സൈഡ്. പിന്നെ എന്താണ്? 27 മൂൺസ് ഉണ്ട്, 13 ഓൺ റിങ്സ് ഉണ്ട് അറൌണ്ട് ഇറ്റ്, ക്യാൻ സപ്പോർട്ട് ലൈഫ്. ദീസ് ആർ ദ വോയേജർ 2 ആൻഡ് വോയേജർ 2 മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? യുറാനസ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. വോയേജർ 1 വിസിറ്റ് ചെയ്ത സമയത്ത് യുറാനസ് അവിടെ ഉണ്ടായിരുന്നില്ലെന്ന്. ഓക്കെ, സോ യുറാനസ് ചിലപ്പം സൂര്യന്റെ ബാക്ക് സൈഡിൽ നിന്ന സമയത്തായിരിക്കും വോയേജർ 1 യുറാനസിനെ വിട്ടുപോയത്. Then this is Neptune, ലാസ്റ്റ് പ്ലാനറ്റ് അല്ലേ? എന്താണ്? ആസ്ട്രോണോമിക്കൽ യൂണിയൻ അക്സെപ്റ്റ് ചെയ്ത ലാസ്റ്റ് പ്ലാനറ്റ് ആയ Neptune appears blue in color, has 2 satellites, and in this 165 years travel once around the sun. It has no air, it is very cold, dark, desolate, made of icy material. Like നിങ്ങളുടെ അടുത്ത് എന്താണ്, നിങ്ങൾക്ക് ഒരിക്കലും ഈ മാറ്ററിൽ നിന്ന് ആയിരിക്കത്തില്ല. നിങ്ങളിപ്പം നെറ്റിലെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തായിരിക്കില്ല, ഈ വാല്യൂ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, ബട്ട് നിങ്ങൾ മോസ്റ്റ്ലി ആംഗുലർ മൊമെന്റവും ബാക്കി കൺസർവേഷനും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്ന മറ്റ് ഐഡിയസ് കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇതുപോലെ എത്ര കറങ്ങി, എത്ര നേരം എടുത്ത് കറങ്ങി എന്നൊന്നും ഒരിക്കലും നെറ്റ് എക്സാമിനോ അല്ലെങ്കിൽ CUET പോലുള്ള എക്സാമിനോ അല്ലെങ്കിൽ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്ന ആരും ഒരിക്കലും ഫ്രെയിം ചെയ്യത്തില്ല. ഓക്കെ, നെറ്റിന് ഒരിക്കലും ഫ്രെയിം ചെയ്യത്തില്ല. ഇറ്റ് ഹാസ് നോ എയർ. ഓക്കെ, ഇതെല്ലാം വായിച്ചായിരുന്നല്ലേ? മീഥെയിൻ, അമോണിയ. സോ ഇത് മീഥേൻ എന്തുകൊണ്ട് വന്നു, അമോണിയ എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ഒരു തിയറീസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. സ്മോൾ റോക്കി കോർ, atmosphere is made of molecular hydrogen, atomic helium and methane. Methane gives its blue color. 14 moons, എന്തുണ്ട്? 14 ചന്ദ്രനുണ്ട്. അതിലൊന്നാണ് ഏത്? ട്രൈറ്റൻ. ഇവിടെയാണ് ഞാൻ ആരും മാറിപ്പോരുതെന്ന് പറഞ്ഞത്. ടൈറ്റനും ട്രൈറ്റനും മാറിപ്പോരുതെന്ന് പറഞ്ഞത്. ടൈറ്റൻ, താനോസ് വന്നത് എവിടെ നിന്ന്? സാറ്റേണിന്റെ ചന്ദ്രനിൽ നിന്ന്. താനോസ് ആരാണ്? നമ്മുടെ MCU ക്യാരക്ടറായ താനോസ് വന്നത് എവിടെ നിന്നാണ്? ടൈറ്റനിൽ നിന്നാണ്. ഓക്കെ, ഇറ്റ് ഹാസ് 6 നോൺ റിങ്സ് അറൌണ്ട് ഇറ്റ്. ഇറ്റ് ഈസ് എ വിൻഡിയസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സോ ഇതെല്ലാം മേക്സ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ലേ? വിൻഡിയസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? വിൻഡ് സ്പീഡ് അറൌണ്ട് 2000 km/h. 2000 കിലോമീറ്റർ സ്പീഡിൽ വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? നെപ്റ്റ്യൂണിൽ കറങ്ങുന്നുണ്ട്. ലൈഫ് സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെന്താണ്? only Voyager 2 has visited closer to Neptune. നെപ്റ്റ്യൂണിന് ആര് മാത്രമേ പോയിട്ടുള്ളൂ? Voyager 2 മാത്രമേ പോയിട്ടുള്ളൂ. ആൻഡ് ദിസ്, ഇതെന്ത് ചെയ്യുക? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യുക? റീഡ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് എ ടേബിൾ വിച്ച് ഇസ് കമ്പയറിങ് ഓൾ എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുന്ന നാസയുടെ ഒരു ടേബിളാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് മൊത്തം കാണാതെ പഠിക്കുന്നത്, ദിസ് ഇസ് എ ടാബുലർ ഡാറ്റ. കാണാതെ പഠിക്കുക ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പോസിബിൾ. ബട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഇൻ എന്താണ് കാണാതെ പഠിച്ചുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്തത്. ജസ്റ്റ് കമ്പയർ ദ വാല്യൂസ്. ലൈക്ക് ഇവിടെ നോക്കിക്കോ, മാസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. മാസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡെൻസിറ്റി എന്തുകൊണ്ട് സി ഇവിടെ എർത്തിന്റെ മാസ് എത്രയാണ്? 5.97 into 10⁻²4 കിലോഗ്രാം ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ദിസ് മച്ച്. ഈ ഡയമീറ്ററിന്റെ എന്താണ്? ഡയമീറ്ററിന്റെ ക്യൂബ് അല്ലെങ്കിൽ മാസ് ബൈ വോളിയം ആണെന്ത്? ഡെൻസിറ്റി. സോ മാസ് എന്താണ്? മാസ് കുറവാണല്ലേ? ജൂപ്പിറ്ററിന് മാസ് കൂടുതലാണ്, മാസ് വളരെ കൂടുതലാണ്. ബട്ട് എന്തുണ്ട്? അതിനെന്തുണ്ട്? ഡയമീറ്റർ എന്താണ്? ഇതിനേക്കാളും 10 മടങ്ങ് കൂടുതലാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഡെൻസിറ്റി വളരെയധികം കുറയുന്നു. സോ ഇങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്നിനെയും എന്ത് ചെയ്യുക? കോറിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഗ്രാവിറ്റി ഞാൻ എന്തിന്റെ ആക്ഷൻ ആണെന്ന് പറഞ്ഞു? മാസിന്റെ ആക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാസ് ഉള്ളതിനായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഗ്രാവിറ്റി ഉള്ളത്. ഓക്കെ,
ഇൻഫാക്ട് മുന്നോട്ട് പോകാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും മാസ് മാത്രമല്ല ഡെൻസിറ്റി ആണ് മോസ്റ്റ്ലി ഗ്രാവിറ്റിയെ എന്ത് ചെയ്യുന്നത് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രാവിറ്റി മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത് സൾഫൈഡ് ഡിപ്പോസിറ്റുകളുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്പെക്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാവിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ് ഹാസ് എ ഹയർ ഗ്രാവിറ്റി. ഓക്കെ, പിന്നെന്താണ് എസ്കേപ്പ് വെലോസിറ്റി. ഇതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്നും ബാക്കി നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ നമ്മൾ ഒന്നുകൂടെ എടുത്തിട്ട് ചർച്ച ചെയ്യും. എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, അതെല്ലാം ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്, ഒരു ഓർബിറ്റൽ ഒരു സാധനത്തിന് മാക്സിമം ആംഗുലർ മൊമെന്റത്തിന്, അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അതിനെ ആംഗുലർ മൊമെന്റം എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം. അങ്ങനെയുള്ള സമയത്താണ് അതിനെന്ത് കിട്ടുന്നത്, അതിനൊരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാകുന്നത്. അതായത് സർട്ടൈൻ എമൗണ്ട് ഓഫ് വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്താലേ അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നും അതിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യണം, അതിനാവശ്യമായ ഒരു ആംഗുലർ മൊമെന്റം എന്ത് ചെയ്യണം, എപ്പോഴും അതിലുണ്ടായിരിക്കണം. ഓക്കെ, ആ മൊമെന്റത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഓർബിറ്റൽ വെലോസിറ്റി പഠിക്കാൻ വേണ്ടി നമുക്ക് റോക്കറ്റ്സ് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് അടിക്കുന്നതെന്നും എന്നെല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിന്, അതായത് ഒരു പ്ലാനറ്റ് ആണ്, ഇതിന് സർട്ടൈൻ ഒരു ഗ്രാവിറ്റേഷണൽ വലയം ഉണ്ടായിരിക്കും. ഈ വലയം വിട്ട് ഒരു സബ്സ്റ്റൻസിനെ വെളിയിൽ എത്തിക്കണമെങ്കിൽ എത്ര വെലോസിറ്റിയിൽ അതിനെ എന്ത് ചെയ്യണം, പുറത്തേക്ക് ഷൂട്ട് ചെയ്യണം എന്ന്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ ആക്ട് ചെയ്യുന്ന എന്താണ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഇവിടെ ആക്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അടുത്ത ലെക്ചറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മോസ്റ്റ്ലി ഈ ഡിറൈവ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. പിന്നെന്താണ് റൊട്ടേഷൻ പീരീഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ലെങ്ത് ഓഫ് ദ ഡേ. റൊട്ടേഷൻ പീരീഡിൽ ഇവിടെ മൈനസ് കൊടുത്തിട്ടുണ്ടല്ലേ, രണ്ടിടത്ത് മൈനസ് കൊടുത്തിട്ടുണ്ട്. പ്ലൂട്ടോയും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പ്ലൂട്ടോയും പ്ലാനറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ മൈനസ് കൊടുത്തിരിക്കുന്നത് എന്താണ്, റെട്രോഗ്രേഡ് റൊട്ടേഷൻ ആണ്. റെട്രോഗ്രേഡ് തിരിച്ചാണല്ലേ കറങ്ങുന്നത്, തിരിച്ച് എത്ര കറങ്ങുന്നു എന്നത്, എത്ര നേരം എടുത്ത് കറങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മൈനസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ലെങ്ത് ഓഫ് ദ ഡേ കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ് പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ? ബേസിക്കലി എന്താണ്, ഓർബിറ്റൽ എസെൻട്രിസിറ്റി, പെരിഹീലിയൻ, അപ്ഹീലിയൻ ഇതെല്ലാം ഒരേപോലെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓർബിറ്റൽ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു എലിപ്സ് എത്ര ഫ്ലാറ്റൻഡ് ആണോ അതിനെയാണ് ഓർബിറ്റൽ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എസെൻട്രിസിറ്റി 0 ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, സാധനം സർക്കിൾ ആവും. ഓക്കെ, സോ പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എലിപ്സിന്റെ ഇതാണ് നിങ്ങളുടെ സണ്ണെങ്കിൽ സണ്ണിൽ നിന്നും ഏറ്റവും അടുത്ത ദൂരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, പെരിഹീലിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സണ്ണിൽ നിന്നും ഏറ്റവും അടുത്ത് എത്ര വരുന്നോ അത് പെരിഹീലിയൻ, ഏറ്റവും ദൂരെ എവിടെ പോകുന്നു അത് അപ്ഹീലിയൻ. ഇതാണ് അപ്ഹീലിയൻ, ഇതാണ് പെരിഹീലിയൻ. ഓക്കെ, സോ ഇവിടെ ഓരോ പ്ലാനറ്റും എത്ര എസെൻട്രിസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ ഓർബിറ്റൽ എസെൻട്രിസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ പെരിഹീലിയനും അപ്ഹീലിയനും എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇത് വായിക്കാമെന്ന് വെച്ചാൽ, ഇവിടെ നോക്കൂ, എർത്തിന്റെ ഓർബിറ്റൽ എസെൻട്രിസിറ്റി എത്രയാണ്, 0.017. സോ എന്താണ്, അതായത് എക്സാക്ട്ലി എന്തായിരിക്കും, ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കത്തില്ല, ഇതിന്റെ ഡിഫറൻസ് അല്ല, ഇത് തമ്മിൽ എന്താണ്, ഇത് രണ്ടിന്റെയും ഒരു ഡെറിവേറ്റീവ് ആയിരിക്കും എന്ത്, ഈ വരുന്ന വാല്യൂസ്. ഓക്കെ, അതായത് ഇത് കുറയാൻ നേരത്ത് ഈ പെരിഹീലിയനും അപ്ഹീലിയനും കൂടെ ഒന്നാകത്തില്ല, ഇത് സർക്കിൾ ആകുമ്പോഴത്തേന്. പിന്നെ പെരിഹീലിയൻ അപ്ഹീലിയൻ എന്ന് വിളിക്കേണ്ട കാര്യമേ ഇല്ല, അത് ഹീലിയൻ എന്ന് വിളിക്കല്ലേ. അങ്ങനെ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യും, ഇത് വരും. സോ ഭൂമിക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ റൊട്ടേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ എസെൻട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ എസെൻട്രിസിറ്റി ചേഞ്ച് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, 1,00,000 വർഷം. 1,00,000 വർഷം കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഭൂമിയുടെ എസെൻട്രിസിറ്റി എന്ത് ചെയ്യും, 0യിലേക്ക് വരും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ദൂരേക്ക് വലുതാകും, പിന്നെ 0, പിന്നെ വലുതാകും, പിന്നെ 0, പിന്നെ വലുതാകും, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അതിന് എല്ലാം, അത് എന്തിന്റെ പാർട്ടാണ്, അതിന് ആദ്യം കണ്ടുപിടിച്ചു, മിലാൻ കോവിച്ച് എന്ന് പറയുന്ന ആളാണ് അത് കണ്ടുപിടിച്ചത്. അതിനെ മിലാൻ കോവിച്ച് സൈക്കിൾ എന്ന് പറയും.
എസെൻട്രിസിറ്റി മാത്രമല്ല, അവിടെ ആരൊക്കെ ആക്ട് ചെയ്യും? ഒബ്ലിക്വിറ്റി, ആക്സിയൽ പ്രിസിഷൻ, പിന്നെ എസെൻട്രിസിറ്റി. സോ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് മിലാൻകോവ് സൈക്കിൾ ഉണ്ടാക്കിയത്. അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്ഹീലിയൻ പെരിഹീലിയൻ മനസ്സിലായെന്ന് തോന്നുന്നു. ദെൻ ഓർബിറ്റൽ പീരീഡ്, ഓർബിറ്റൽ വെലോസിറ്റി അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓർബിറ്റൽ ഇൻക്ലിനേഷൻ എന്താണ്? ഓർബിറ്റൽ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇതാണ് സൂര്യൻ, റെഡ് അല്ലേ? ഇതാണ് സൂര്യൻ എന്ന് വിചാരിക്കുക. പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നു? അതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇതെന്ത് സംഭവിക്കും? ഇതിങ്ങനെ താന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. സോ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർബിറ്റൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇൻക്ലിനേഷൻ ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? അത് ചേഞ്ച് ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയും? സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന എന്താണ് ബാരിസ്ഫെറിക് വോബ്ലിംഗ് എന്ന് പറയുന്നത്. ഒരു ബാരി സെന്ററിന് ചുറ്റും എന്ത് സംഭവിക്കുന്നുണ്ട്? സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സൂര്യൻ ചുമ്മാ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഒരു സർട്ടൈൻ ബാരി സെന്റർ ഉണ്ടല്ലേ, വിത്ത് വിച്ച് ദിസ് സൺ ഈസ് റൊട്ടേറ്റിംഗ്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ആസ് ദ സൺ റൊട്ടേറ്റ്സ്? ഇറ്റ് ക്രിയേറ്റ്സ്, എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തിൽ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു? നമ്മുടെ സ്പേസ് ടൈം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നല്ലേ, അതിലെന്ത് ചെയ്യുന്നു? ഇങ്ങനെ 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 എന്ത് ചെയ്യുന്നു? വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? പ്ലാനറ്റ്സ് അതിന്റെ ഒബ്ലിക്വിറ്റി അല്ല, എസെൻട്രിസിറ്റി എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ എസെൻട്രിസിറ്റി അല്ല, സോറി, എന്താണ്? ഓർബിറ്റൽ ഇൻക്ലിനേഷൻസ് എന്ത് ചെയ്യുന്നു? മാറ്റിക്കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആവാൻ എന്തിരിക്കുന്നല്ലേ ഇത്. സോ ദെൻ മീൻ ടെമ്പറേച്ചർ, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. മീൻ ടെമ്പറേച്ചർ എങ്ങനെ മാറുന്നു, സർഫസ് പ്രഷർ എങ്ങനെ മാറുന്നു, എങ്ങനെയാണ് ഇതിൽ മാറുന്നത്, എങ്ങനെയാണ് ഓരോ പ്ലാനറ്റ്സിലും ഇതെല്ലാം മാറുന്നത്. ഓക്കെ, നമ്പർ ഓഫ് മൂൺസ് എന്താണ്? ഞാൻ ജൂപ്പിറ്ററിൽ 79 എന്നാണ് എടുത്തിരിക്കുന്നത്, ബട്ട് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 92 വരെ വന്നിട്ടുണ്ട്. ഐ തിങ്ക് 108 വരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജൂപ്പിറ്ററിന്റെ. സോ അപ്ഡേറ്റ് ദാറ്റ് ഡാറ്റ ഓൾസോ. സോ ദാൻ 83 ആണ് സാറ്റേണ്ടത്. സോ 83, ഓക്കെ, അവിടെ ഞാൻ 68 എന്നാണല്ലോ എടുത്തത്. സോ ദിസ് ഈസ് അപ്ഡേറ്റഡ് 83. ദെൻ സോ ഏതിനൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡയഗ്രാം, ഈ ഒരു വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ഫാക്ട്സ്. സോ ഈവൻ ആ വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ആ വാല്യൂവിൽ എന്ത് ചെയ്യുന്നില്ല, നമ്പേഴ്സ് ഓർത്ത് വയ്ക്കാൻ പാടാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലുള്ള ഡയഗ്രാംസ്, ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇതാണ്, ചാർട്ടുകളാണ്. ഓക്കെ, സോ ദിസ് വിൽ ഗിവ് യു, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ്. അതായത് മാസ് ഏറ്റവും കൂടിയ പ്ലാനറ്റ് ഏതെന്ന് വന്നത് എന്തിനാണ്? ഈ ജൂപ്പിറ്ററിന് ഏറ്റവും കൂടുതൽ മാസ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മാസ് കൂടിയ പ്ലാനറ്റ് ഏതെന്ന് പറഞ്ഞത്. ജൂപ്പിറ്ററിനും എർത്തിനും ഇതിനെല്ലാം ഒരു ആവറേജ് മാസ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ലായിരുന്നു? ആ ക്വസ്റ്റ്യൻ ഇടത്തില്ലായിരുന്നു. ഓക്കെ, ദെൻ ഡെൻസിറ്റി ഏറ്റവും കൂടിയ പ്ലാനറ്റ് ഏതാണെന്ന് പറഞ്ഞ് 5.5 gram/cc ഉള്ള എന്താണ്? എർത്ത് ആണെന്ന് പറഞ്ഞു. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എർത്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആരാണെന്ന് നോക്കിയാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ടേബിളിൽ ഓരോ നമ്പേഴ്സും എടുത്ത് നോക്കണ്ട അല്ലേ? ഇനി നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുക? മനസ്സിലാവാന്നുള്ളതേ ഉള്ളൂ. സോ ടേക്ക് സ്ക്രീൻഷോട്ട്സ്. ഓക്കെ, ടേക്ക് സ്ക്രീൻഷോട്ട്സ് ഓഫ് ദീസ് ഗ്രാഫ് ആൻഡ് അനലൈസ്. ഓക്കെ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എല്ലാം ഉണ്ട് ഇതിനകത്ത് ഒരുവിധപ്പെട്ട ആവശ്യമായിട്ടുള്ള എല്ലാം. ഓർബിറ്റൽ വെലോസിറ്റി എങ്ങനെ മാറുന്നു, ഓർബിറ്റൽ പീരീഡ് എങ്ങനെ മാറുന്നു. ഓർബിറ്റൽ വെലോസിറ്റി കുറയുന്നതിനനുസരിച്ച് ഓർബിറ്റൽ പീരീഡ് കൂടുന്നു. അതായത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കറങ്ങാൻ എടുക്കുന്ന സമയം കൂടുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി, ഓർബിറ്റൽ പീരീഡ്. സോ ഈ ഒരു സിമെട്രി കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഈവൻ സിമെട്രി കാണിക്കാത്ത ഒന്നിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെയാണ് പ്രഡിക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്ന ബുദ്ധിമുട്ട്. ദെൻ ഓർബിറ്റൽ ഇൻക്ലിനേഷൻ ഇങ്ങനെ മാറുന്നു. ഏറ്റവും കൂടുതൽ ഓർബിറ്റൽ ഇൻക്ലിനേഷൻ ഉള്ളത് ഏതിനായിരിക്കും? മെർക്കുറിക്കാണ്. ഓക്കെ, മെർക്കുറിക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു? ഞാൻ പറഞ്ഞ വോബ്ലിംഗ് ഇല്ലേ, സൂര്യന്റെ വോബ്ലിംഗ് എഫക്റ്റ് കാരണം ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റിനാണ് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം മാറിയുന്നു? ആദ്യം പണിയിട്ടുന്ന ആർക്കായിരിക്കും? മെർക്കുറിക്കായിരിക്കും.
പിന്നെ ഈ പ്ലൂട്ടോ എന്താണ്? പ്ലൂട്ടോ ആണ് ഏറ്റവും കൂടുതൽ ഓർബിറ്റൽ ഇൻക്ലിനേഷൻ കാണിക്കുന്നത്. ഓർബിറ്റൽ ഇൻക്ലിനേഷൻ കാണിച്ച് അത് എന്ത് ചെയ്യും? അതിന് സ്വന്തം ഇത് എന്തുകൊണ്ട് ഓർബിറ്റൽ ഇൻക്ലിനേഷൻ കാണിക്കുന്നു പറഞ്ഞാൽ എന്ത് പറഞ്ഞു സാറിന്റെ ലെക്ചർ കേട്ടവർക്ക് അറിയാം. അതിനകത്ത് എന്തുണ്ട്? സെയിം ആയിട്ട് അത് ഈ ഒരു എന്താണ് ഒരു പാരീസ് സെന്ററിനെ ചുറ്റുന്നുണ്ട്. പാരീസ് സെന്ററിനെ ചുറ്റുന്നതിന്റെ ഭാഗമായിട്ട് അതെന്ത് ക്രിയേറ്റ് ചെയ്യും? അതൊരു ഗ്രാവിറ്റേഷണൽ വേവ് ക്രിയേറ്റ് ചെയ്യും. ആ വേവ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഓർബിറ്റൽ ഇൻക്ലിനേഷന് കാരണമാക്കുന്നത്. ഓക്കെ, ഈ ഓർബിറ്റൽ ഇൻക്ലിനേഷന് കാരണമായിട്ട് എന്ത് ചെയ്യും? അത് ഇൻക്ലിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? നെപ്റ്റ്യൂണിന്റെ വലയത്തിൽ കൂടെ ചെന്ന് ഇൻക്ലിനേറ്റ് അത് എന്ത് ചെയ്യും? കയറാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അതിന് സ്വന്തമായിട്ട് പ്ലാനറ്റ് എന്ന പദവി പോയിട്ട് ഇപ്പോൾ കുള്ളൻ ഗ്രഹം എന്ന പദവിയിൽ അത് നിൽക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ പ്ലൂട്ടോയുടെ ഒരു മൂണാണ് ഏത്? ഷാരോൺ. ഓക്കെ, then comes escape velocity. എസ്കേപ്പ് വെലോസിറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ഏറ്റവും കൂടുതൽ എന്താണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പ്ലാനറ്റിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡ് ഏതാണോ അത്. സോ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് കോറിലേറ്റ് ചെയ്യാല്ലേ. കാരണം ഏറ്റവും കൂടുതൽ മാസ് ഉള്ള സബ്സ്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി. ആ ഗ്രാവിറ്റി ആയിരിക്കും നമ്മൾ രക്ഷപ്പെടാനുള്ളത്. ആ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്പീഡ് ആർക്കായിരിക്കും വേണ്ടത്? ജൂപ്പിറ്ററിനായിരിക്കും വേണ്ടത്. പിന്നെ മീൻ ടെമ്പറേച്ചറിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. സോ ഇത് നിങ്ങൾ ഇങ്ങനെ മാത്രമല്ല, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും ജോവിയൻ പ്ലാനറ്റ്സും തമ്മിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ കോറിലേറ്റ് ചെയ്യാം. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് കണ്ടോ? സോ ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ടെറസ്ട്രിയൽ പ്ലാനറ്റ് വിച്ച് ഹാസ് എ മീൻ ടെമ്പറേച്ചർ ലെസ് ദാൻ 0°C എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ മാർക്ക് ചെയ്യും? ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആരെ മാർക്ക് ചെയ്യും? മാർസ് എന്ന് മാർക്ക് ചെയ്യും. പിന്നെ പിന്നെ എന്ത് ചെയ്യാം? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും ഇതുപോലെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് എന്ത് ചെയ്യുക? ഈ ഗ്രാഫുകളെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്പർ ഓഫ് മൂൺസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചന്ദ്രനാണ്, ഏറ്റവും കൂടുതൽ ജൂപ്പിറ്ററിനാണ്. ഓക്കെ, പിന്നെന്താണ്? ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ ഏതായിരിക്കും? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ ഏറ്റവും കൂടുതൽ ചന്ദ്രൻ ആർക്കാണുള്ളത്? മാർസിനാണുള്ളത്. ഓക്കെ, ജോവിയൻ പ്ലാനറ്റ്സിൽ ഏറ്റവും കുറവ് ചന്ദ്രൻ ആർക്കാണുള്ളത്? നെപ്റ്റ്യൂണിനാണുള്ളത്. സോ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ ഏറ്റവും കൂടുതൽ മീൻ ടെമ്പറേച്ചർ ആർക്കാണുള്ളത്? വീനസിനാണുള്ളത്. ജോവിയൻ പ്ലാനറ്റ്സിൽ ഏറ്റവും കുറവ് ഇതാർക്കാണുള്ളത്? ഇപ്പൊ നെപ്റ്റ്യൂണിനാണുള്ളത്. ഓക്കെ, സോ അങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ ലെക്ചർ കുറച്ച് എക്സ്റ്റെൻസീവ്, കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. സോറി അബൌട്ട് ദാറ്റ്. ബട്ട് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദിസ് ഇസ് എ വെരി വാല്യുബിൾ ലെക്ചർ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ടേക്ക് സ്ക്രീൻഷോട്ട്സ്, ജസ്റ്റ് ടേക്ക് നോട്ട്, ആൻഡ് ദിസ് പാർട്ട് ഇസ് ഡൺ ഫോർ യു. അടുത്ത ലെക്ചറിൽ വി വിൽ ഡിസ്കസ് അബൌട്ട് ഓർബിറ്റ്സ്, കെപ്ലേഴ്സ് ലോ, എന്താണ് ഇത് ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി, ഗ്രാവിറ്റി, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫ്രം ദ ബേസിക് നമ്മൾ എന്ത് ചെയ്യും? ഡിറൈവ് ചെയ്തുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പഠിക്കും. ഓക്കെ, സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലെക്ചർ ആൻഡ് ഹാവ് എ നൈസ് ഡേ.